ബലഭദ്രനൂജ നിന്നെ നലമൊടു കാണുവതിന്നു കളിയല്ലേ രുചിക്കുന്നു. അജിതഹരി ഭയങ്കര റെസ്പോൺസ് ഉള്ള, ഒരു രക്ഷയില്ലാത്ത റെസ്പോൺസ് ഉള്ള ഒരു പാട്ട്. ഞാൻ പാടണ്ട, ഇപ്പം മറ്റേ ഈ റീലിൽ ഉള്ളവരൊക്കെ റീലിട്ട് ഞാൻ തുടക്കത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് അറിയാം ഈ പാട്ട വരാൻ. അപ്പൊ അത്രയും ഇടയ്ക്ക് ഒരു പാട്ട് വരുന്നു എന്ന് വെച്ചാൽ ഓടിപ്പോട്ട് എനിക്ക് സാരി എടുത്തിട്ട് വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടൊന്നും ചെയ്യുന്നൊന്നും അല്ല. നമ്മള് ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ ഒരു പാട്ടും കൂടെ കയറുന്നു. ഞങ്ങൾക്കിതൊരു നല്ല പാട്ടാണ്. അനങ്ങിയിട്ടില്ല, ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്ന് ഇങ്ങനെ തന്നെ അങ്ങനെ പരിപാടിയായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് നിന്മനം കലങ്ങാതൊളി കണ്ണിലൂടെ കപടഭാവത്തോടെ ലജ്ജാവിവശേ നിന്മനം കലങ്ങാതൊളി കണ്ണിലൂടെ കപടഭാവത്തോടെ കായാമ്പൂക്കാട്ടിൽ ഓരോ പൂവിലും തേൻ വണ്ടായി മധു തേടി. നിങ്ങളിങ്ങനെ ചാടിക്കൊണ്ട് പാടരുത്, പാടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തൊണ്ട ഡാമേജ് ആവും. ഫുൾ കാസിനോ ക്രൂവിൻ്റെ മുമ്പ് നിന്നിട്ടാണ് എന്നെ കൊണ്ട് ഈ പാട്ട് രണ്ടുപേരും പാടുമെന്ന് പറയുന്നത്. അത് 13-14 വയസ്സുള്ള സമയത്ത്, 14 വയസ്സുണ്ടാവും. അന്ന് എൻ്റെ പാരൻസ് അവിടെ, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ മുട്ട് കൂട്ടി ഇടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. ഇൻഡിപെൻഡന്റ് മ്യൂസിക് മാത്രം വെച്ച് ജീവിക്കുക എന്നുള്ളത് പാടുള്ള പണി തന്നെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലും. ഒരു 5 വയസ്സിൽ നിന്നെ അവിടെ ഇരുന്നപ്പോ നിന്റെ അമ്മ നിന്നെ അങ്ങനെ പറഞ്ഞില്ലേ, അവിടെ നിന്നാണ് ഇത് വന്നത്. ഉയ്യോ ബലി കുടീരങ്ങളെ സ്മരണകളിരുമ്പും രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ ബലികുടീരങ്ങളെ. പല ദിനമായി ഞാനും ബലഭദ്രനൂജ നിന്നെ നലമൊടു കാണുവതിന്നു കളിയല്ലേ രുചിക്കുന്നു കാലവിഷമം കൊണ്ടു കാമം സാധിച്ചതില്ലേ നീല നീരദ വർണ്ണ മൃദുല കമല രുചിരനയന നൃഹരേ മൃദുല കമല രുചിരനയന നൃഹരേ. അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവനാഥ വിജയ സാരഥേ സാധു. അജിതാഹരെ ഗൗരി പാടിയിരിക്കുന്നത് ഗൗരീൻ്റെതായ ഒരു രീതിക്കാണല്ലോ, പരമ്പരാഗതമായ ആ ഒരു രീതിയൊക്കെ വിട്ടിട്ട് ഗൗരീൻ്റെ ഒരു സ്റ്റൈലിൽ പാടിയിരിക്കുകയാണ്. ഒരുപാട് വിമർശനങ്ങളാണ് അങ്ങനെ പാടിയതിന്. പൊതുവേ നമ്മളെ അമ്മാവന്മാർക്ക് പെൺകുട്ടികൾ ട്രൗസർ ഇടുക എന്ന് പറയുന്നത് തന്നെ സഹിക്കില്ല. അതിനൊപ്പമാണ് ഗൗരി ട്രൗസർ ഇട്ട് അജിതാഹരെ പാടുന്നത്. അപ്പോൾ അവർക്കത് ഒട്ടും ദഹിക്കില്ല. ഒരിക്കലും ഹരീഷ് പറഞ്ഞിരുന്നു, പാട്ടുകളൊക്കെ എടുത്ത് നിങ്ങൾ ഭയങ്കര മോശമാക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഹരീഷിനെതിരെ വലിയ വിമർശനമാണല്ലോ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ടായിരുന്നു, പ്രാണസഖി ഒറിജിനൽ അവിടെ ഉണ്ട്, യേശുദാസ് പാടിയത് അവിടെ ഒറിജിനൽ ഉണ്ട്, അത് കേൾക്കേണ്ടവർക്ക് അത് അങ്ങനെ കേൾക്കാം, ഞാൻ പാടിയത് കേൾക്കണം, എൻ്റെ രീതിക്ക് കേൾക്കണം എന്നുള്ളവർക്ക് അത് ഇങ്ങനെയും കേൾക്കാം. പക്ഷെ രസം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഹരീഷിനായാലും ഗൗരിക്കായാലും കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട്.
അല്ലേ? നിങ്ങളെ കേൾക്കാനും ആളുകളുണ്ട്, വിമർശകർ ഒരു ഭാഗത്ത് ഉണ്ടാവുമ്പോഴും. അപ്പൊ ഗൗരി മനഃപൂർവ്വമായിട്ട് അങ്ങനെ ഒരു അതായത് ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയ ഒരു ശ്രമമാണോ അത്? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഈ പഴയ ഒരു എന്താ പറയുക, വളരെ പഴയ രീതിയിൽ അല്ല പുതിയ രീതിയിലാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോഴും ഇത് ഞാൻ പഠിച്ച വേർഷനാണ്. അതെ, ഞാനിങ്ങനെ പഠിച്ചത്. അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ പഠിച്ച വേറെ കുറേ കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസ് ഒക്കെ അതിലുണ്ടായിരിക്കാം. അല്ലാതെ ഞാനിവിടെ എന്തോ ഭയങ്കര മലമറിക്കാൻ പോകണമെന്ന് പറഞ്ഞുണ്ടാക്കിയതൊന്നും അല്ലത്. ഞാനിങ്ങനെ പാടുന്നത് ഞാൻ അങ്ങനെ പാടി, അത്രയേ ഉള്ളൂ. അതിൽ അങ്ങനെ ഭയങ്കര ഇത് എല്ലാം മറ്റേ മാറ്റി പൊളിച്ചെഴുതണം അങ്ങനെയൊന്നും വിചാരിച്ചൊന്നും ചെയ്ത കാര്യമൊന്നുമല്ല. കാണുന്നവർക്ക് ഇപ്പോൾ അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അവരവരുടെ അഭിപ്രായം പറഞ്ഞ് ഞാൻ എൻ്റെ രീതിക്ക് പാടുന്നത്രേ ഉള്ളൂ. വേദിയിൽ പാടുമ്പോൾ ഒക്കെ ഉള്ള പൊതുവെ ഇങ്ങനെ ഈ ഇത്തരം പാട്ടുകളാവുമ്പം പാടുമ്പോഴുള്ള ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? അജിതഹര് ഭയങ്കര റെസ്പോൺസ് ഉള്ള, ഒരു രക്ഷയില്ലാത്ത റെസ്പോൺസ് ഉള്ള ഒരു പാട്ട്. ഞാൻ പാടണ്ട, ഇപ്പം മറ്റേ ഈ റീലിൽ ഉള്ളവരൊക്കെ റീലിട്ട് ഞാൻ തുടക്കത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് അറിയാം ഈ പാട്ട വരാൻ. അപ്പം അത്രയും ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഓഡിയൻസ് ഫുള്ളും ഇളകി മറിയാ സമയമാകുമ്പോൾ. അപ്പം ഈ പറഞ്ഞ പോലെ വിമർശിക്കുന്നത് ആക്ച്വലി മൈനോറിറ്റി ആണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. പക്ഷെ അത് ഈ നമ്മൾ പെട്ടെന്ന് കാണുമല്ലോ, നമ്മൾ പെട്ടെന്ന് കാണുന്ന ആ സാധനം നോട്ടീസ് ചെയ്യും പെട്ടെന്ന്, അത്രേ ഉള്ളൂ. പക്ഷെ വലിയൊരു അജിതഹര എന്നുള്ളത് എൻ്റെ ഒരു കരിയറിൽ ഒരുപാട് എല്ലാ രീതിയിലും ഒരുപാട് ഒരു സദ്യയായിട്ട് പാടുന്നുണ്ട്. അതെ. പിന്നെ വേഷം അത് അങ്ങനെ പാടിയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ വേഷത്തിനൊന്നും അത്ര പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നുള്ളത് കരുതിയിട്ടാണോ? ഞാൻ ഈ പാട്ടിനാണേ ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ അജിതാഹരയും പിന്നെ രാരവേണു അത്തരം പാട്ടുകളൊക്കെ കൃതികളൊക്കെ പാടുമ്പം അതിനൊരു പ്രത്യേക വേഷവും രൂപവും. ഇതെന്താ അറിയോ, ഇതിപ്പം ഞങ്ങളുടെ 1.5 മണിക്കൂർ നീളമുള്ള ഒരു സെറ്റാണ്. ഞങ്ങളുടെ 1.5 hours ആണ് ഞങ്ങളുടെ യൂഷ്വൽ പെർഫോമൻസ്. ഈ 1.5 മണിക്കൂറിൽ ഒരുപാട് തരത്തിലുള്ള പാട്ടുകളുണ്ട്. അജിതഹര എന്നുള്ള പാട്ട് ഞങ്ങളുടെ സെറ്റിലോട്ട് ആഡായിട്ട് മേ ബി 1 വർഷമായി കാണും, കറക്റ്റ് അറിയില്ല. അതിന് മുന്നേയും ഞങ്ങൾ ഷോസ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ സ്റ്റേജിൽ കയറിയിട്ടുള്ളത്. ഇടയ്ക്ക് ഒരു പാട്ട് വരുന്നു എന്ന് വെച്ചാൽ ഓടിപ്പോട്ട് എനിക്ക് സാരി എടുത്തിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടൊന്നും ചെയ്യുന്നൊന്നും അല്ല. നമ്മൾ ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ ഒരു പാട്ടും കൂടെ കയറുന്നു. ഞങ്ങൾക്കതൊരു നല്ല പാട്ടാണ്. അത് മറ്റേ ഇവിടെ ആർക്കെങ്കിലും അത് കേട്ട് ഭയങ്കരമായിട്ടുള്ള അങ്ങനെയൊന്നും ആലോചിക്കുന്നില്ലല്ലോ. നമ്മൾ ബാക്കിയുള്ള പാട്ടുകൾ പാടുന്ന പോലെ തന്നെ ഈ ഒരു പാട്ടും പാടുന്നു, അത്രേ ആലോചിക്കുന്നുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് ഇത് പുറത്ത് വന്ന് ആരൊക്കെയോ ഷൂട്ട് ചെയ്ത് എവിടേക്കോ പോസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞാണ് ഓക്കെ ഇനി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ മനസ്സിലാവുന്നത് പിന്നെയാണ്. ഇതൊന്നും ഒരു പ്ലാൻ ചെയ്ത് ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല. പിന്നെ അതിന് പോയിട്ട് അങ്ങനെ റെസ്പോണ്ട് ചെയ്യാനോ വെള്ളം വെക്കാനോ ഒന്നും പോകാറൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്തു പോകുന്നു. മൊത്തത്തിൽ ഷോ ചെയ്യുമ്പോഴേക്കും ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കോസ്റ്റ്യൂംസ് എനിക്ക് ഭയങ്കര ഡിപ്പാർട്ട്മെൻ്റാണ്, ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻ്റാണ്. മൊത്തത്തിൽ അത് ചെയ്യും. അതല്ലാണ്ട് ഈ ഒരു പാട്ടിന് വേണ്ടി ഞാൻ ഇവരെ മറ്റേ പ്രകോപിപ്പിക്കാൻ വേണ്ടി നിക്കറിട്ട് വന്നേക്കാം അങ്ങനൊന്നുമില്ല. പിന്നെ പൊതുവെ സോഷ്യൽ മീഡിയയിലാണ് കൂടുതലും ഈ തെറിവിളി കേൾക്കുന്നത്. പുറത്തിറങ്ങുമ്പോൾ ആളുകളുടെ അടുത്ത് നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? നേരിട്ട് കാണുമ്പോഴുള്ള ഒരു പ്രതികരണം ആരും ഇപ്പം സുഹൃത്തുക്കളായാലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലുള്ള മനുഷ്യരായാലും ആരും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. MA മ്യൂസിക് ഒക്കെ പഠിച്ചിട്ടുള്ള അന്ന് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ചിട്ടയ്ക്കും രീതിക്കൊക്കെയാണല്ലോ പാടിയിട്ടുണ്ടാവുക. അപ്പൊ അധ്യാപകരും ഒക്കെ ആയാലും കാണുമ്പോൾ ഗൗരി എന്താ അങ്ങനെ അതായത് വേറെ ആളുകൾ വഴി കേൾക്കും. ഞാൻ ചിലപ്പോൾ നമ്മുടെ മ്യൂച്വലി എനിക്ക് ആക്സസ് എല്ലാവർക്കും നമ്മളങ്ങനെ ആക്സസ് കൊടുക്കില്ലല്ലോ. അപ്പം നമ്മളുമായിട്ട് ആക്സസ് ഉള്ള ആളുകൾ വഴി ചിലപ്പോൾ കേൾക്കും മറ്റവരങ്ങനെ പറഞ്ഞിരുന്നു, മറ്റേ നമ്മുടെ ടീച്ചർ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ കേൾക്കുമ്പോൾ ചിരി വരും. അതിലങ്ങനെ അതിലങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കലോ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം. അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. നേരിട്ടാരും അതേക്കുറിച്ചിട്ട് അന്നൊക്കെ പാടുമ്പം എങ്ങനെയായിരുന്നു പാടിയിരുന്നത്? അന്നും പാടിയിരുന്നൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഗൗരീൻ്റെതായ ഒരു പുതുമയൊക്കെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ? പാടുമ്പോൾ കൃതികൾ പാടുമ്പോൾ ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നല്ല. ഈ പുതുമ എന്ന് പറയുന്നത് ഞാൻ കർണാടക മാത്രം പഠിച്ച ആളല്ലല്ലോ. ഞാൻ പല ജോണേഴ്സും പഠിക്കാൻ ശ്രമിച്ച് പല ടീച്ചേഴ്സിനടുത്ത് പോയിട്ടുള്ള ആളാണ്. അപ്പം അതിന്റെ ഇൻഫ്ലുവൻസും കൂടെ ഇങ്ങോട്ടൊക്കെ ലീക്കാവും. മനഃപൂർവ്വം ഞാൻ ഇത് കർണാടക എന്നെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ പാടും അങ്ങനൊന്നും വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും. ഇപ്പം ഞാൻ 3 വയസ്സ് മുതൽ കർണാടകയാണ് പഠിച്ചിട്ടുള്ളത്. ഡിഗ്രിയും കർണാടക മ്യൂസിക്കിലായിരുന്നു ഡിഗ്രി ചെയ്തത്, MA അത് തന്നെ ചെയ്തത്. പക്ഷെ 16 വയസ്സ് മുതൽ ഹിന്ദുസ്ഥാനി ഒരു 4-5 വർഷം പഠിച്ചിട്ടുണ്ട്.
വെസ്റ്റേൺ ക്ലാസിക്കൽ വോക്കൽസ്, ഓപ്പറ സിംഗിങ് അത് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവും. അപ്പം അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു മിക്സിംഗ് ആണ്. അങ്ങനെ ഞാനായിട്ട് വന്നിട്ട് ഇത് കുറച്ച് ഇവിടെ ഇടാം, ഒരു കിലോ ഇതിടാം, അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്യുന്നൊന്നുമല്ല. അത് നടക്കുന്നതാണ്, നാച്ചുറലി നടക്കുന്നതാണ്. വെസ്റ്റേൺ ക്ലാസിക്കൽ വളരെ ചിട്ടയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവം തന്നെയാണ്. വോക്കൽ പ്രൊഡക്ഷൻ വരെ ഇങ്ങനെ വേണം നിങ്ങൾ ആ നോട്ടിൽ തൊടാൻ എന്നുള്ള കാര്യത്തിൽ വളരെ ചിട്ടയുള്ള സംഭവമാണ്. എനിക്ക് പക്ഷെ ഗൗരി പാടിയില അജിത ഹരേനേക്കാളും ഇഷ്ടമായിട്ടുള്ള ഒരു പാട്ട് മാധവ മാമവ ദേവ, മാധവ മാമവ ദേവ, കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ, മാധവ മാമവ ദേവ, കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ, മാധവ മാമവ ദേവ. സാധു ജനാധാര സാർവഭൗമ, സാധു ജനാധാര സാർവഭൗമ, മാധവ മാമവ ദേവ, മാധവ മാമവ ദേവ, മാധവ മാമവ ദേവ, കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ, മാധവ മാമവ ദേവ. ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ് എങ്ങനെയായിരുന്നു? ആദ്യത്തെ ഒരു ബാൻഡിൻ്റെ കൂടെ ഫസ്റ്റ് ചെയ്യുന്നതൊരു 10 വർഷം മുന്നേ ഒരു ന്യൂ ഇയർ ഷോ ആയിരുന്നു. ബാക്കിംഗ് വോക്കലിസ്റ്റായിട്ട് പോയതാണ്. നമ്മുടെ ബോൾഗാട്ടി പാലസിൽ ന്യൂ ഇയർ ഇവൻ്റ് ആയിരുന്നു. അപ്പം അന്നീ പറഞ്ഞ നല്ല പേടിച്ച് അനങ്ങിയിട്ടില്ല. ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്ന് ഇങ്ങനെ തന്നെ അങ്ങനെ പരിപാടിയായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് സ്റ്റേജ് ഷോ. ആദ്യ ഗാനം ഏതായിരുന്നു? അതെനിക്ക് ഓർമ്മയില്ല. എനിക്ക് 2-3 പാട്ടുണ്ടായിരുന്നു അതിൽ. എനിക്കതിൻ്റെ വേഷമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കുറേ ആദ്യമായിട്ട് മറ്റേ ഇപ്പം ബാൻഡ് എന്ന് പറയുമ്പോൾ ഒരു പറയുന്നുണ്ട് നമുക്ക് കുറച്ച് മോഡേൺ ഇടണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് പോയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ വാങ്ങിയിട്ട് വന്നതിൻ്റെ ഫോട്ടോ ഒക്കെ പ്രിന്റിലുണ്ട്. അത്ര എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഫസ്റ്റ് പാട്ട് എനിക്ക് ഓർമ്മയില്ല. ഗൗരി തന്നെ പറയണ്ടായി സ്റ്റേജിലേക്ക് എത്തുമ്പം ഇപ്പോഴും ഇത്രയൊക്കെ ഇപ്പം എത്രയോ സ്റ്റേജുകൾ പുറത്തും ഇവിടെയും ഇന്ത്യയിലും ഒക്കെ ആയിട്ട് നിരവധി സ്റ്റേജുകളായി. എന്നിട്ടും ഗൗരിക്ക് സ്റ്റേജിലേക്ക് ഇപ്പോഴും എത്തുമ്പോൾ ഒരു നെഞ്ചിടിപ്പ് ഉണ്ടാവാറുണ്ട്. പക്ഷെ സ്റ്റേജിൽ ഞങ്ങൾ ഗൗരീനെ കാണുമ്പം ഗൗരി അങ്ങ് കത്തിക്കയറാണ്. അല്ല, അത് ജോലി എന്നുള്ള രീതിയിൽ നോക്കുമ്പം അത് സ്വിച്ച് ആവുന്നതാണ്. അതായത് ഇപ്പം ആസ് എ പേഴ്സൺ എനിക്ക് ഒരിക്കലും അത്ര ആൾക്കൂട്ടത്തിലൊന്നും പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ സമയം എത്തുമ്പോൾ ആളുകളുടെ ഒരു ആരവവും അതിൻ്റെ മറ്റേ ബഹളവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും ഓക്കെ, ഇത് ഞാൻ ഈ ജോലി ചെയ്യാൻ വന്നതാണ്, ഞാൻ ഈ ജോലി ചെയ്യുന്നത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി കുറേ ആളുകൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ നിന്നാണ് ആ പരിപാടിയിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞതിന് മുന്നേയും അങ്ങനെയുള്ള യാതൊരു സംഭവം എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കണ്ട. ആ ആരവം വരുമ്പോഴാണോ നെഞ്ചിടിപ്പൊക്കെ കുറഞ്ഞ്? അതെ അതെ, അത് വരുമ്പോൾ ഒരു ഇങ്ങനെ ഒരു സൈൻ വരും. പിന്നെ പാടി ഫുൾ ഷോ അങ്ങനെ പോകും. ഷോ കഴിഞ്ഞ് ഉടനെ തന്നെ ഐ എം ബാക്ക് ടു ദാറ്റ് സെയിം ഫേസ്. പിന്നെ പാടാം. उड़ जा रे कागा जा जा रे, उड़ जा रे कागा, ले जा तू पिया का संदेश वार, जा रे जा, उड़ जा रे कागा, ले जा तू पिया का संदेश वार, जा रे जा, उड़ जा रे कागा.
സ്റ്റിഫായി നിന്ന് പാടുക എന്നുള്ളൊരു രീതിയായിരുന്നു ഒരുപാട് കാലമായിട്ട്. ഏത് ഗാനമേളകളായാലും ഇനിയിപ്പം അടിപൊളി പാട്ടൊക്കെ വരുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇളകും എന്നൊക്കെ അല്ലാതെ ഒരു നൃത്തം ചെയ്യുന്ന രീതിയൊന്നും നമ്മുടെ കേരളത്തിന് ആദ്യകാലത്തൊന്നും പരിചിതമായിരുന്നില്ല. പക്ഷെ പിന്നീട് ഇവർ സിത്താര ആയാലും റിമി ആയാലും സൈനോര ആയാലും ആര്യ ആയാലും ഒക്കെ തന്നെ നൃത്തം ചെയ്ത് പാടുന്ന ഒരു രീതി വന്നു. ഒരു ബ്രേക്ക് ചെയ്യൽ തന്നെയായിരുന്നു അത്. ഇപ്പം ഈ നൃത്തവും പാട്ടും കൂടെ വരുമ്പോൾ ശരിക്കും ഗൗരിയൊക്കെ സ്റ്റേജിലെത്തുമ്പം നൃത്തം ചെയ്യാന്നൊന്നും പറഞ്ഞുകൂടാ, എന്താ പറയുക, പറക്കോ എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അപ്പം ഈ തുള്ളിച്ചാട്ടവും പാട്ടും കൂടെ എങ്ങനെയാണ്? പലപ്പോഴും പലരും ഇപ്പം വലിയ മുതിർന്ന ഗായകരിൽ ചിലർ പറഞ്ഞു കേൾക്കാറുണ്ടായിരുന്നു പിന്നെ പാട്ടിന്റെ ഭംഗി പോകുമെന്ന്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഗൗരിക്ക്? പല മുതിർന്ന ഗായകർ രണ്ട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ലൈക്ക് സീനിയർ സിംഗേഴ്സിന്റെ ഭാഗത്ത് നിന്ന്. ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയുള്ള കാലഘട്ടം എന്നുള്ള പാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഒന്ന് ക്വാളിറ്റി പോവും എന്നുള്ളത്, പിന്നെ ഉള്ളത് ഇത് ഡാമേജ് ചെയ്യും എന്നൊരു സംഭവം കൂടി ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചാടിക്കൊണ്ട് പാടരുത്, പാടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തൊണ്ട ഡാമേജ് ആവും എന്നുള്ള. പക്ഷേ പുറത്തുള്ള ബിയോൺസെ പോലുള്ള ആളുകളൊക്കെ അവരെങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ട് പാടുന്നത് ഇസ് എ പാർട്ട് ഓഫ് ദ പ്രാക്ടീസ്. അത് പക്ഷെ അത് ചെയ്യേണ്ട രീതി ചെയ്യണം, അത് വേറെ കാര്യം. ഇതൊക്കെ നമ്മുടെ ബോഡിയാണല്ലോ ഇൻസ്ട്രുമെന്റ്. അത് എങ്ങനെയാണ് ഈ വോയിസ് നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരുന്നത്, നമ്മൾ എത്രത്തോളം അതിൽ അവെയർ ആവുന്നു, ബ്രീത്തിങ്ങിനെ കുറിച്ച് എത്ര അവെയർ ആവുന്നു, എത്രമാത്രം ട്രെയിനിങ് നമ്മൾ എടുക്കുന്നു, ഇതിൽ കൂടെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാവുന്ന ഒരു സംഭവമാണ് ഈ തുള്ളിക്കൊണ്ട് പാടുക എന്നുള്ളത്. ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ചെയ്യാൻ നോക്കിയാൽ ചിലപ്പം ഫെയിൽ ആവും. പക്ഷെ ഇത് പോസിബിൾ ആണ്. ഇതിനു വേണ്ടി മാത്രമുള്ള കോച്ചസ് ഒക്കെ ഉണ്ട് ഇപ്പം. ഇത് മാത്രം പഠിപ്പിക്കുന്ന വോക്കൽ കോച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ട് പാടാം, നിങ്ങൾക്ക് എങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പാടാന്ന് മാത്രം പഠിപ്പിക്കുന്ന വോക്കൽ കോച്ചസ് പല ആളുകളുണ്ട്. ഇന്ത്യയിൽ അത്രയും കുറവാണ്. എനിക്കിന്ന് നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവും. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് അത്ര ഞാൻ കേട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രശ്നമാണ്. അങ്ങനെ നിങ്ങൾ ഡാൻസ് കൊണ്ട് പാടാൻ പാടില്ല എന്ന് പറയുന്ന അവർക്ക് അത്രേ അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ഉള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം മേ ബി അവരുടെ കാലത്തിൽ അതൊരു ഏലിയൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ പക്ഷേ ഇപ്പം ഇതൊരു ഫുൾ ഓൺ പ്രൊഫഷണലി നിങ്ങൾക്ക് എങ്ങനെ പെർഫോം ചെയ്തുകൊണ്ട് പാടാമെന്നുള്ളതിൻ്റെ കോച്ചിങ് വരെ ഇൻ്റർനാഷണൽ ലെവലിൽ നടക്കുന്നൊരു കാലഘട്ടം നമ്മൾ ജീവിക്കുന്നത്. അപ്പം അത് ആക്ച്വലി തെറ്റായൊരു ധാരണയാണ്. നമുക്ക് നിങ്ങളുടെ ക്വാളിറ്റി പോകും എന്ന് പറയുന്നത് തെറ്റായ ധാരണയാണ്. ആദ്യമായിട്ട് അങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യുമ്പം ഗൗരിക്ക് എന്താ തോന്നിയത്? ഡാൻസ് ചെയ്ത് പാടുമ്പം തോന്നിയത് ഒരു ഭയങ്കര ഓക്കെ, ഇത് എന്നെ കൊണ്ട് ഇത് പറ്റും എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഞാൻ മൈക്കിന്റെ അവിടെ നിന്ന് മുന്നോട്ട് മൂവ് ചെയ്യുന്നത് ആളുകൾ ചാടുന്ന കണ്ടിട്ടുള്ള സന്തോഷത്തില്ല ഫ്രണ്ടിലോട്ട് പോകുന്നത്. ഞാൻ പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല. അപ്പം എനിക്ക് മനസ്സിലായതൊക്കെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. പിന്നെ അപ്പം എനിക്ക് ഇത്രയും ട്രെയിനിങ് എടുത്ത് തുടങ്ങിയ സമയം അത്. അപ്പം ആ സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇതാ പറഞ്ഞത്, കുറേ നമ്മൾ ഈ സെൽഫ് സ്റ്റഡിയാണ്. നമ്മൾ ഈ ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അകത്ത്. അപ്പോൾ എവിടെ ചാടാം, ഈ ഭാഗത്ത് ചാടിക്കഴിഞ്ഞാൽ പ്രശ്നമാവും. കാരണം ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് റണ്ണുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഞാൻ ചാടിക്കഴിഞ്ഞാൽ സ്ലിപ്പാവും. അപ്പം ഇങ്ങനെയുള്ള സെൽഫ് സ്റ്റഡി ഭയങ്കരമായിട്ട് ആ സമയത്ത് നടത്തിയിട്ടുണ്ട്. ആൻഡ് ഐ വാസ് ഗെറ്റിംഗ് ട്രെയിൻഡ് ഇൻ വെസ്റ്റേൺ വോക്കൽസ്. വെസ്റ്റേൺ വോക്കൽസ് ട്രെയിനിങ്ങിൻ്റെ മേജർ ഭാഗം എന്ന് പറയുന്നത് എങ്ങനെ ശ്വാസം വലിക്കാം, എങ്ങനെ നിൽക്കാം, നിങ്ങളുടെ ഷോൾഡർ എങ്ങനെ പിടിക്കണം, നിങ്ങളുടെ വയർ എങ്ങനെ പിടിക്കണം, നെഞ്ചെങ്ങനെ പിടിക്കണം, വായ എങ്ങനെ തുറക്കണം, എങ്ങനെ ഒരു ശ്വാസം എങ്ങനെ ഹോൾഡ് ചെയ്യണം, എല്ലാം അവിടെ ട്രെയിനിങ്ങിലുണ്ട്. ഒരു വോക്കൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പം അത് ഭയങ്കര മേജർ ഒരു ഫാക്ടറാണ്. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ആലോചിക്കാണ്ട് തന്നെ നമ്മുടെ ബോഡി അത് ചെയ്യാൻ തുടങ്ങും. അപ്പം അതൊരു ഒരുപാട് ഈ പറഞ്ഞ പോലെ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് മുന്നോട്ട് നീങ്ങുന്ന ഒരു അവസ്ഥയിൽ അത് ഭയങ്കര ആ ഗ്രോത്തിൽ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു പരിപാടിയിൽ. ഏത് പാട്ടാണ് അങ്ങനെ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയിട്ടുള്ളത്? അതും എനിക്ക് ഓർമ്മയില്ല. ഇതെല്ലാം ഈ ഫസ്റ്റ് ഷോയിൽ ബോൾഗാട്ടിയിൽ ഫസ്റ്റ് ഷോയിൽ നിന്ന് പാടി. സെക്കൻഡ് ഷോയിൽ ഞാൻ ശരിക്കും മൂവ് ചെയ്യുന്നുണ്ട്. ഈ സ്ഥലം പാലക്കാടാണ്. പാലക്കാട് നെഹ്റു കോളേജ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് വിജയ് പ്രകാശിന്റെ ഷോ ആണ്. ഞാൻ ഞങ്ങൾ 3 ബാക്കിംഗ് വോക്കലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇടയ്ക്ക് ഈ മെയിൻ സിംഗർ റെസ്റ്റ് എടുക്കുമ്പോൾ നമുക്കൊരു പാട്ട് ഇടയ്ക്ക് കയറി പാടാൻ പറ്റും. അപ്പം അങ്ങനെ പാടിയൊരു പാട്ടിലാണ് ഞാനിങ്ങനെ മുന്നോട്ട് വരുന്നത്. ഏത് പാട്ടാന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, പക്ഷേ ഷോ ഇതാണ് എനിക്ക് ഓർമ്മയുണ്ട്. ഇനിഷ്യലി നമ്മൾ ഡാൻസേഴ്സിന് വെച്ച് തുടങ്ങിയ സമയത്ത് കുറച്ചുകൂടി ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഇടേണ്ട കാര്യം ഉണ്ടായിരുന്നു. സ്റ്റെപ്സ് ഞാൻ ചുമ്മാ ചാടുമല്ലോ, ഇവരുടെ കൂടെ സ്റ്റെപ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം സ്റ്റെപ്സ് ഉണ്ട്, പൊസിഷനിങ് ഉണ്ട്. അത് പറയും, ചേച്ചി ഈ സമയത്ത് അവിടെ പോയി നിൽക്കണം, എന്നാലും ഞങ്ങൾക്ക് ഇവിടെ ഈ പോസ്റ്റർ പിടിക്കാൻ പറ്റുള്ളൂ, ഇന്ന വരിയിൽ ചേച്ചി ഇവിടെ വരണം, ഇവിടെ പുറകോട്ട് മാറണം എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. കൊറിയോഗ്രാഫി നടക്കുന്നുണ്ട് എൻ്റെ പുറകിൽ. അപ്പൊ അതൊന്ന് ട്യൂൺ ആവാൻ വേണ്ടി 1-2 ഷോയിൽ ഓരോ പുതിയ കൊറിയോ വരുമ്പോഴും 1-2 ഷോയിൽ ഒന്ന് ട്യൂൺ ആവാൻ കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മസിൽ മെമ്മറിയിൽ അത് ഓടുന്നൊരു ഇതിലോട്ട് മാറും.
ഈ ഡാൻസേഴ്സ് ഉണ്ടല്ലോ, കൂടെ ചെയ്യുന്ന ഡാൻസേഴ്സും അവരൊക്കെ ഗൗരി തന്നെയാണോ അവർക്കൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ, എൻ്റെ പാട്ടിന് ഈ രീതിയിലുള്ള സ്റ്റെപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം എന്നൊക്കെയുള്ള ഗൗരീൻ്റെ തന്നെ ഒരു നിർദ്ദേശത്തിലാണോ? എൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻ. നമ്മൾ ചെയ്യുമ്പോൾ ഒരുമിച്ചാണ് ഇത് പ്ലാൻ ചെയ്യുക. മേ ബി ചില പാട്ടുകൾ ഞാൻ തന്നെ കുറയുന്ന പാട്ടിലൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അല്ലാണ്ട് അവർ ചെയ്തതുകൊണ്ട് അവർ ചെയ്തിട്ട് എന്നെ കാണിക്കും. അപ്പൊ നമ്മൾ പറയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. മോസ്റ്റ്ലി അവർ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും, ഫൈനലായിരിക്കും അത്. ഇത് എല്ലാവരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഡാൻസേഴ്സ് മാത്രമല്ല, എല്ലാ മ്യൂസീഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഞാൻ മറ്റേ കയറിയിട്ട് ഇടപെടാൻ നിൽക്കാറില്ല. ഒരു കാര്യം ചെയ്ത് അവരുടെ എല്ലാവരുടെയും ഒരു ക്രിയേറ്റീവ് ഇൻപുട്ട് വരുമ്പോഴാണല്ലോ അവർ ആക്ട് അത്രയും ബ്യൂട്ടിഫുൾ ആവുന്നത്. അല്ലെങ്കിൽ മറ്റേ എല്ലായിടത്തും എൻ്റെ മുഖം എൻ്റെ നിഴൽ തന്നെയാവും. അപ്പം എല്ലാവരുടെയും ആ ഒരു സംഭവം ഇൻപുട്ടുകളുണ്ട്. ഓരോ വർക്ക് ചെയ്യുന്ന ഓരോ ടെക്നീഷ്യൻ്റെ എല്ലാവരുടെയും ഇൻപുട്ടുകളുണ്ട്. ഏത് പാട്ടായിരുന്നു ഗൗരി കൊറിയോഗ്രാഫ് ചെയ്ത്? ഞാൻ പറയില്ല. വലിയ പാടൊന്നും ഇല്ലാത്ത ഡാൻസുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനായിരിക്കും. കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്പൊക്കെ അവരായിരിക്കും. 3-ാമത്തെ വയസ്സിൽ സംഗീത പഠനം തുടങ്ങി. പിന്നീട് 13-ാമത്തെ വയസ്സിലാണ് അല്ലേ ആദ്യ ഗാനം ചെയ്യുന്നത്. എഴുതിയതും കമ്പോസ് ചെയ്തതും പാടിയതും ഗൗരി. ആ പാട്ടാണോ കാസനോവയ്ക്ക് വേണ്ടിയിട്ട്? അതെ, 10 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഈ ചെറുതായിട്ട് എഴുതി തുടങ്ങിയത്. ഭയങ്കര കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെയാണ്, ഭയങ്കര വലിയ സംഭവങ്ങളൊന്നും അല്ല. അതിലൊരു പാട്ടാണ് ഈ സഖി എന്നുള്ള പാട്ട്. അത് ഈ പറഞ്ഞ പോലെ കാസനോവയിലേക്ക് സെലക്ട് ആയി. അതും ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ച കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഓൾറെഡി മറ്റേ കുറേ കോമ്പറ്റീഷൻസിനൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു. കോമ്പറ്റീഷൻസ് ഭയങ്കര നിറയെ പോയിട്ടുണ്ട്. സ്റ്റേറ്റ്, റീജിയണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, അല്ലാണ്ട് വേറെ പ്രൈവറ്റ് കോമ്പറ്റീഷൻസിനൊക്കെ പോയിരുന്നു. എനിക്ക് അതുപോലത്തെ ഒരു വലിയ കോമ്പറ്റീഷൻ പ്രൈസ് അടിച്ച പോലത്തെ ഒരു വികാരമായിരുന്നു. അത്രേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത്ര നമുക്കിപ്പം ഡൈജസ്റ്റ് ആവുള്ളൂ. ബാംഗ്ലൂർ അതിൻ്റെ ലോഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലോഞ്ചിന് മറ്റേ ഭയങ്കര ബിഗ്ഗസ്റ്റ് ക്രൗഡ് എവർ അതിന് മുന്നിൽ വെച്ചിട്ട് പോയിട്ട് സ്റ്റേജിൽ ഈ ഫുൾ എല്ലാ സ്റ്റാർസ് നിൽക്കുന്നു. ലൈക്ക് ഇത്രയും വലിയ ക്രൂവിൻ്റെ ഫുൾ കാസനോവ ക്രൂവിൻ്റെ മുമ്പ് നിന്നിട്ടാണ് എന്നെ കൊണ്ട് ഈ പാട്ട് രണ്ടുപേരും പാടുമെന്ന് പറയുന്നത്. അത് 13-14 വയസ്സുള്ള സമയത്ത്, 14 വയസ്സുണ്ടാവും. അന്ന് എൻ്റെ പാരൻസ് അവിടെ, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ മുട്ട് കൂട്ടിയിടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ മറ്റേ യു എന്നു. അപ്പം പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു, ഞാൻ അത്രയും വലിയ ക്രൗഡ് നിന്നിട്ടില്ല. ഓഫ് കോഴ്സ് 14 വയസ്സുള്ള കൊച്ചാക്കിന് അതിൻ്റെ ഭയങ്കര വലിയ ക്രൗഡായിരുന്നു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ എന്തോ വലിയ റിസോർട്ടിൻ്റെ ഉള്ളിലാണ് നടന്നത്. ഭയങ്കര അവിടുത്തെ വലിയ വലിയ ബിസിനസ്സുകാർ, ഭയങ്കര വലിയ എലീറ്റ് ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് പക്ഷെ ഒന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ കയറി, എന്നോട് പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ 2 വരി പാടി. അത്രയും നമുക്ക് അറിയുള്ളൂ. അതിൽ കൂടുതൽ ചിന്തിക്കുന്ന പരിപാടിയൊന്നും അപ്പം ഇല്ല. അപ്പം അന്ന് അത്രേ ഉള്ളൂ അതിനൊരു. പിന്നെ പിറ്റേ ദിവസം മറ്റേ ഇന്ത്യ വിഷൻ്റെ ഇൻ്റർവ്യൂ, അത് ഏഷ്യനെറ്റ് ന്യൂസ് വിളിക്കുന്നു, ഇൻ്റർവ്യൂസ് നടക്കുന്നു. ഒരു എനിക്കറിയില്ല അതിൻ്റെ ഒരു എന്തുമാത്രം അതിൻ്റെ വില എനിക്കറിയായിരുന്നു എന്ന് സംശയമാണ്. പിന്നെ അത് സിനിമയാവുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാകുമ്പോഴാണ്. എനിക്കൊന്ന് 17 വയസ്സൊക്കെ ആകുമ്പോഴാണ് പടം പുറത്തു വരുന്നത്. അപ്പോഴാണ് മറ്റേ വീഡിയോയിലില്ല, ഓഡിയോയിൽ മാത്രമേ ഉള്ളൂ. ഓഡിയോ മാത്രമേ വന്നിട്ടുള്ളൂ, വീഡിയോ വന്നിട്ടില്ല. പടത്തിൽ ഇതില്ല, പാട്ടില്ല, വിഷ്വലില്ല. പക്ഷെ ഓഡിയോയിൽ മറ്റേ ബാക്കിലിൻ്റെ പേരുണ്ട്, പാട്ടുണ്ട്. യൂട്യൂബിലൊക്കെ അത് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ആ പാട്ട് ആക്ച്വലി ആളുകൾ കേട്ടു തുടങ്ങിയത് കുറേ വർഷങ്ങൾക്ക് ശേഷം. റീസെൻ്റ്ലി ആണ് ഭയങ്കരമായിട്ട് ഇപ്പോഴും മറ്റേ എനിക്ക് സ്റ്റോറി ടാഗുകളും റീഷാർസും ഒക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പം കുറേ കാലം കഴിഞ്ഞിട്ട് മറ്റേ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ആയൊരു പാട്ട് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആദ്യ ഗാനം അത് ഒരു മൂവിയിൽ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ത്രില്ലിലിരിക്കുമ്പം മൂവി കണ്ടപ്പോൾ അതില്ലാന്ന് തോന്നിയപ്പോൾ ഉണ്ടായ സങ്കടം വരും, നല്ല വിഷമം തോന്നും. അതെ, അത് അന്വേഷിച്ചില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ? അല്ല, അതിന് മുന്നേ സിനിമ ഇറങ്ങുന്നതിന് ഒരു 1-2 ആഴ്ച മുന്നേ തന്നെ പറഞ്ഞിരുന്നു ഇത് കുറേ മറ്റേ ഫൈനാൻഷ്യലി പ്രശ്നങ്ങൾ, നമുക്ക് ട്യൂലിപ്പ് തോട്ടത്തിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഇവിടെ പ്ലാൻ അങ്ങനെ എന്തൊക്കെയായിരുന്നു. അപ്പം പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പ്രൊഡ്യൂസർ എന്തൊക്കെയോ പൈസ, ഫണ്ടിങ് ഇഷ്യൂസ്, കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് അത്രയൊന്നും നമ്മുടെ തല പോവില്ല. നമുക്ക് മറ്റേ നമ്മുടെ പാട്ട് വേണം, നമ്മുടെ പാട്ട് വന്നില്ല, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് അതിന് കിട്ടിയ ഒരു തലയിൽ ഫീഡായ ഒരു സംഭവം പറഞ്ഞ പോലെ ഹോപ്പ്ഫുൾ ആവുന്ന പരിപാടി നിർത്തി. മറ്റേ ഭയങ്കര പച്ചക്കെല്ലാം കാണാൻ തുടങ്ങി. നടന്നില്ല എന്നൊരു സ്റ്റേജിലോട്ട് പോയി. സഖിയെ സഖിയേ നിൻ കൺമുനകളിൽ നിൻ പാൽ പുഞ്ചിരിയിൽ ഞാൻ അറിയുന്നു എന്നോടുള്ള നിൻ സ്നേഹം സഖിയേ.
പൊന്നുഷസേ വെണ്ണിലാവല്ല ഞാൻ പൊന്നുഷസല്ല നീ എന്ന വിഗ്രഹത്തിൻ ആരാധിക സഖിയേ നിൻ കാച്ചിലമ്പിൻ കിലുക്കമിൻ കാതിനു കുളിരാണ് പ്രിയനേ. ആദ്യമേ ഗൗരിക്ക് അങ്ങനെ എഴുതാനുള്ളൊരു പിന്നെ എന്താ പറയുക, എഴുതും അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളാണ്, നന്നായി വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്തിരുന്ന ആളാണോ, അല്ലെങ്കിൽ പാട്ടിലേക്ക് വന്നപ്പം ഞാൻ എഴുതാം, ഞാൻ തന്നെ കമ്പോസ് ചെയ്യാം തോന്നിയിട്ട് എഴുതി തുടങ്ങിയതാണ്? ഒരു പരിപാടിയും പ്ലാൻ ചെയ്തതല്ല. ഇത് ഭയങ്കര അലോൺ ടൈം നിറയെ ഉണ്ടായിരുന്നൊരു കുട്ടിയായിരുന്നു. മോസ്റ്റ് ഓഫ് ദ ടൈം ഏതെങ്കിലും പറമ്പിലോ മരത്തിൻ്റെ ചോട്ടിലോ ഒക്കെ പോയിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഇതെൻ്റെ അമ്മയുടെ വീട് വയലാറാണ്, ഞാൻ താമസിക്കുന്ന പള്ളിപ്പുറത്താണ്. വള്ളത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ പോയി വള്ളം കാത്തിരുന്നപ്പോഴേക്കും നീലക്കായൽ തീരെ എന്ന് പറഞ്ഞ പാട്ട് അത് ഫസ്റ്റ് എഴുതിയത്. അത്രേ ഉള്ളൂ. ഇതിൽ വലിയ പ്ലാനിങ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നാച്ചുറലി ഒരു ഫ്ലോയിൽ നടന്ന കാര്യം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ പാട്ട് നിങ്ങൾ ഇങ്ങനെ പാടി എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പൊ വരുന്ന പലതും ആദ്യം ട്യൂണാണ് വരാറുള്ളത്, പിന്നെയാണ് ലിറിക്സിലോട്ട് വരാറുള്ളത്. പക്ഷെ അപ്പം ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് വേറെ ലിറിക്സിനെ വെച്ച് എഴുതിക്കണോന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു തോട്ട് പോയിട്ടുമില്ല. ഇങ്ങനെ ഇത് വരുന്നു, അതിന്റെ പുറകെ ഇങ്ങനെ കുറച്ച് ആലോചിക്കുമ്പോൾ കുറച്ച് വരും. അപ്പൊ എല്ലാം കൂടി എടുത്ത് അടുക്കിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ കുഴപ്പമില്ല, അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ആദ്യം എഴുതിയത് തോണിയായിരുന്നു തോന്നുന്നു അല്ലേ? ആദ്യം പുറത്ത് വന്ന ഇൻഡിപെൻഡന്റ് ട്രാക്ക് തോണിയായിരുന്നു അല്ലേ? അതാണോ ഇപ്പൊ പറഞ്ഞ ആ പാട്ട്? അല്ലല്ല, തോണിയൊക്കെ നമ്മൾ ചെയ്യുന്നത് ഞാൻ കോളേജിലൊക്കെ എത്തിയിട്ട് ചെയ്ത തോണി. നീലക്കായൽ തീരുന്ന 10 വയസ്സിൽ ചെയ്തൊരു പാട്ട്. അതാണ് നമ്മൾ NFT നമ്മൾ റിലീസ് ചെയ്തിരുന്നത്. അതിന്റെ ഒരു NFT ചെയ്ത് NFT വിത്തിൻ 12 hours സെല് ചെയ്തു. അപ്പൊ അത് നീലക്കായൽ തീരയുടെ 4 വരിയായിരുന്നത്. 4 വരി പാടോ? നീലക്കായൽ തീരെ എന്നെ തഴുകി ഉറക്കിയ കാറ്റ് പൂങ്കാറ്റ്, നീലക്കായൽ തീരെ എന്നെ തഴുകി ഉറക്കിയ കാറ്റ് പൂങ്കാറ്റ്, എന്നോടിഷ്ടം കൊണ്ടോ എൻ്റെ പാട്ടിനോടിഷ്ടം കൊണ്ടോ നീ എന്നെ തഴുകി ഉറക്കി, നീലക്കായൽ തീരെ എന്നെ തഴുകി ഉറക്കിയ കാറ്റ് പൂങ്കാറ്റ്. വളരെ സിമ്പിളായ വരികളല്ലേ? അതായത് നമുക്കൊരാളോട് പറയാനോ ചോദിക്കാനോ ഒക്കെ ഉള്ളത് വരികളായിട്ട് വരുന്നു, പിന്നെ അതിനൊരു മ്യൂസിക്കും കൂടെ ചേരുമ്പോൾ മനോഹരാവുന്നു അല്ലേ? ആദ്യ ഗാന ആൽബം എന്നുള്ള രീതിയിൽ വന്നത് തോണിയാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അതിനോടൊരു പ്രത്യേക അല്ലേ ഇഷ്ടം ഉണ്ടാവും. അപ്പൊ അതും ഒരു 4 വരി. കണ്ണാടിച്ചില്ലായി നിന്നും മാറ്റിൻ കരയിൽ പയ്യെ തല ചാച്ചു നിൽക്കും ചില്ലകൾ തൻ കീഴേ, കണ്ണാടിച്ചില്ലായി നിന്നും മാറ്റിൻ കരയിൽ പയ്യെ തല ചാച്ചു നിൽക്കും ചില്ലകൾ തൻ കീഴേ, നേരം വെളുത്താലും മാനം കറുത്താലും പാട്ടിൻ്റെ മടിയിൽ ചാഞ്ഞു ചരിഞ്ഞുമിരിപ്പുണ്ട്, തോണി 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 ഞാനിവിടുണ്ടെന്ന്, തോണി 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 വേഗം വായൻ്റെ, തോണി 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 ഞാനിവിടുണ്ടെന്ന്, തോണി തോണി തോണി. 3-ാമത്തെ വയസ്സ് മുതൽ സംഗീതം പഠിച്ചു എന്ന് പറഞ്ഞല്ലോ. അമ്മയാണ് കൊണ്ട് ചേർത്ത്. എനിക്കിന്ന് വീട്ടില് ഇങ്ങനെ പാട്ടൊക്കെ പാടുമ്പോ കുറച്ച് പാടുന്ന കുട്ടിയാന്ന്, പിള്ളേര് പാട്ട് പാടുമല്ലോ. അപ്പൊ തോന്നിയിട്ട് അമ്മയ്ക്ക് കുഞ്ഞിലെ പാട്ടും ഡാൻസ് ഒക്കെ പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അച്ഛൻ സിംഗറായിരുന്നു. അച്ഛൻ ഗാനമേളകൾക്ക് ആ സമയത്ത് ഡിവോഷണൽ സോങ്സും ഗാനമേളകളൊക്കെ പാടിയിരുന്നു. ഹരികൃഷ്ണൻ എന്നാണ് പേര്.
പുള്ളി എല്ലാത്തിലും അന്നത്തെ റെയ്ബാൻ കലാഭവന്റെ എല്ലാത്തിലും അന്നത്തെ ഓർക്കസ്ട്രാസിലൊക്കെ പാടിയിട്ടുള്ള ആളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വീട്ടിൽ പറഞ്ഞത് ഇപ്പൊ കൊണ്ട് പഠിപ്പിക്കാറായോ എന്നൊരു ചോദ്യം. പക്ഷെ അമ്മയ്ക്കായിരുന്നു മറ്റേ കുഞ്ഞിൽ ഈ പ്രായത്തിൽ തന്നെ കൊണ്ട് ഇപ്പൊ തന്നെ പഠിപ്പിക്കണം കൊണ്ട് LKG കൊണ്ടുപോകുന്നതിന് മുന്നേ എന്നെ കൊണ്ട് അവിടെ ഉണ്ടാക്കിയത് പാട്ട് പഠിപ്പിക്കാനാ ചെയ്തത്. അപ്പം അങ്ങനെ അതങ്ങ് പോയി. അതെ, ഇഷ്ടമായിരുന്നു. അപ്പൊ ഗൗരിക്കും ചെറിയ കുട്ടിയായതുകൊണ്ട് ഭയങ്കര മടിയൊക്കെ. എനിക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് മര്യാദയ്ക്ക് ക്ലാസ് ഇരുന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചാള വറുത്ത് തരാമെന്ന് ടീച്ചറിന്റെ അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ക്ലാസ് ഇരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് അവിടെ ചാള വറുത്തത് കഴിച്ചത്. പിന്നെ നല്ല മടിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല മടിയുള്ള കുട്ടിയായിരുന്നു. ടീച്ചർ ചാളയോട് അത്ര ഇഷ്ടമായിരുന്നോ? എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോഴും ഭക്ഷണം എന്ന് പറയാൻ മരിക്കും. മീനിന്റെ ആളാണ് ഞാൻ. ശരി. എൻ്റെ അന്ന് പഠിപ്പിച്ചിരുന്ന ടീച്ചറാണെങ്കിലും എൻ്റെ പാരൻസ് ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിറ്റുവേഷൻ നന്നായിട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് കിട്ടിയ പുഷ് കാരണമുള്ള പ്രയോജനങ്ങൾ ഇപ്പോഴും ഉണ്ട് അല്ലേ? പിന്നീട് തോന്നിയിട്ടുണ്ടാവും അല്ലേ? കരിയർ ആയല്ലോ പിന്നീട്. ആരായിരുന്നു അന്നത്തെ ടീച്ചറുടെ പേര്? ഫസ്റ്റ് ടീച്ചർ സുമ ടീച്ചറായിരുന്നു. വൈക്കത്തുള്ള വൈക്കം സുമ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണ് ഫീസ് വാങ്ങാണ്ട് ടീച്ചർ പഠിപ്പിച്ചതന്നെ. അത് ശരി. അപ്പൊ ഇത്രയും ചെറിയ കുട്ടി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പാടുന്നുണ്ടെന്നുള്ളൊരു ഇതില് പുള്ളിക്കാരി ഇനിഷ്യലി ഫീസ് പോലും വാങ്ങിച്ചിട്ടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വാസ നമ്പൂരി സാറ്, ഉണ്ണികൃഷ്ണൻ സാറ്, പിന്നെ ഒരുപാട് ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഗുരു സുമ ടീച്ചറാണ്. അത് ശരി. അന്ന് സ്കൂൾസിലൊക്കെ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കായിരുന്നു. അതെ അതെ. ഏതൊക്കെ ഇനങ്ങളായിരുന്നു? നമുക്ക് 7 എണ്ണേ ചെയ്യാൻ പറ്റത്തുള്ളൂ, എല്ലാത്തിനും പോകും. 7 നമ്പർ. പിന്നെ 5 സോളോയും 2 ഗ്രൂപ്പാണ്. CBSE ആയിരുന്നു. CBSEയിൽ 5 സോളോ 2 ഗ്രൂപ്പാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ വന്നിട്ട് ഇങ്ങനെ ഒരു നോട്ടം ഉണ്ട്, ഇങ്ങനെ വന്നിട്ട് ഇത് 1 2 3 4 അപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഏത് സ്കിപ്പ് ചെയ്യും, അങ്ങനെ നോക്കിയിട്ട് ഫുള്ള് ഫില്ല് ചെയ്തിട്ടാണ് പോവുക. ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക്, ഡാൻസ് ഉണ്ടായിരുന്നു, മോഹിനിയാട്ടം, ഭരതനാട്യം ഏതെങ്കിലും പോകും, എഴുത്ത്, വേഴ്സിഫിക്കേഷൻ, സ്റ്റോറി ടെല്ലിങ്, അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഗ്രൂപ്പ് ഐറ്റംസ് പരിപാടികൾ സൈഡിൽ എല്ലാം ഉണ്ടായിരുന്നു. വിജയിച്ചാണോ വരാറുള്ളത്? മോസ്റ്റ്ലി തോറ്റ ഒരുപാട് ഇതുണ്ട്, പക്ഷെ വിജയിച്ചത് വളരെ വലിയ വിജയങ്ങളും കൊണ്ടുവന്ന സംഭവങ്ങളുണ്ട്. ലളിതഗാനം ഏതെങ്കിലും ഒന്ന് പാടും? ഇതെനിക്ക് ഫസ്റ്റ് ഡിസ്ട്രിക്ട് ലെവലിൽ ഫസ്റ്റ് കിട്ടിയ പാട്ടാണിത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ, ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ, ആടിയ ദിവ്യാനുരാഗിലമാം രാസ ക്രീഡാകഥയിലെ നായികേ, ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ലജ്ജാവിവശം കൂടി ഒന്ന് പാടിത്തരും. ലജ്ജാവിവശേ നിന്മനം കലങ്ങാതൊളി കണ്ണിലൂടെ കപടഭാവത്തോടെ, ലജ്ജാവിവശേ നിന്മനം കലങ്ങാതൊളി കണ്ണിലൂടെ കപടഭാവത്തോടെ, കായാമ്പൂക്കാട്ടിൽ ഓരോ പൂവിലും തേൻ വണ്ടായി മധു തേടി, അവൻ തേൻ വണ്ടായി മധു തേടി, ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. എനിക്കില്ലേ ഒരുപാട് ഇഷ്ടമുള്ളൊരു ലളിതഗാനം അത്. എനിക്ക് മാത്രമല്ല, എൻ്റെ അമ്മയ്ക്ക്. അമ്മ പാടിയിട്ടാണ് ഞാൻ ഈ ലളിതഗാനം ആദ്യം കേൾക്കുന്നത്. അമ്മ കുറച്ചൊക്കെ പാടും. അമ്മ എനിക്ക് തോന്നുന്നു ഈ ഒരു 65 വയസ്സിലൊക്കെ ആവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒരു പ്രോഗ്രാമിൽ അത് പാടിയിട്ട് സമ്മാനവും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് ആ പാട്ട് കേട്ടപ്പോൾ. അമ്മയ്ക്ക് കൊടുക്കുകയാണ് ഞാൻ ഈ പാട്ട്. മനോഹരമായ മറ്റൊരു പാട്ടായിരുന്നു ഗോദയിലെ.
ആരോ നെഞ്ചിൽ അല്ലേ, ഷാൻ മ്യൂസിക് നൽകിയിട്ട്. എങ്ങനെയാണ് ആ ഒരു പാട്ടിലേക്ക് എത്തുന്നത്? ഞാൻ ഷാൻ ചേട്ടന് മെസ്സേജ് അയക്കായിരുന്നു, എനിക്കിങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുള്ള രീതിയിൽ. ഷാന് മുന്നേ എനിക്ക് തോന്നുന്നു നമ്മൾ മ്യൂസിക് മോജോ സീസൺ 4 ഒരു വരവീണ അതിൻ്റെ ഒരു വേർഷൻ ചെയ്തായിരുന്നു, ഒരു ഫ്യൂഷൻ വേർഷൻ ചെയ്തായിരുന്നു. വരവീണ നല്ല രസമായിരുന്നു കേൾക്കാൻ. അപ്പോൾ അത് പുള്ളി കേട്ടിട്ട് നല്ലതാണെന്നുള്ള രീതിയിലൊരു മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ എനിക്ക് കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. അപ്പം ആക്ച്വലി പുള്ളി എനിക്കിത് പുത്തൻപണം ഗോദ അതിൽ വർക്ക് ചെയ്യുന്ന സമയം എന്തായിരുന്നു, അപ്പം ഒരു പാട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഗോദ പാട്ട് ആരോ നെഞ്ചിൽ പാടുന്നത്. ആരോ നെഞ്ച് മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം, ഒരു തൂവൽ തെന്നലുമെല്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണിയാളെ. അതേപോലെ തന്നെ മനോഹരമായ പാട്ടാണ് ഞാൻ പ്രകാശനിലെ അല്ലേ, ആത്മാവിന്നല്ലേ. ആത്മാവിനാകാശത്തിൽ ആരോ വർണ്ണങ്ങൾ തൂവി, ആശപ്പൊൻ താരങ്ങൾ അങ്ങിങ്ങായി നീലക്കൺ ചിമ്മി, മണ്ണിൽ മാമ്പൂവിൽ തെന്നൽ മീട്ടുന്ന വാഴും സംഗീതം, വെയിൽ തൂമഞ്ഞിൽ മെല്ലെ പുൽകുമ്പോൾ മാറിപ്പൂവില്ല, എങ്ങും ഉല്ലാസം എങ്ങും ആനന്ദം കാലം മീട്ടുന്നേ, കിനാത്തേനോളം കുഞ്ഞിപ്പൂമ്പാറ്റേ വരൂ നീ, സ്ത്രീകൾ പാടാറുണ്ടായിരുന്നെങ്കിലും നമുക്ക് ഒട്ടും പരിചിതമായിരുന്നില്ല സ്ത്രീകൾ മ്യൂസിക് ചെയ്യുന്നതും എഴുതുന്നതും ഒക്കെ. വളരെ എനിക്ക് തോന്നുന്നു വളരെ അപൂർവമായിട്ട് എന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു സാഹചര്യമായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇപ്പോഴും ഒരുപാട് വ്യത്യാസം വന്നതല്ല, എന്നാലും എനിക്ക് തോന്നുന്നു ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്നുള്ളൊരു ആശയം വന്നതോടുകൂടെ ഗൗരിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എഴുതുന്നുണ്ട്, പിന്നെ കമ്പോസ് ചെയ്യുന്നുണ്ട്, പാടുന്നുണ്ട്. ഇത് മൂന്നും കൂടെ ചെയ്യുമ്പം ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ തന്നെ എല്ലാ സിംഗേഴ്സും തന്നെ എഴുതുന്നവരല്ല, വേറെ റൈറ്റേഴ്സിനെ വെച്ച് എഴുതിക്കുന്നവരുണ്ട്, വേറെ ആളുകളെ കൊണ്ട് കമ്പോസ് ചെയ്യിപ്പിച്ചിട്ട് പാടുന്നവരുണ്ട്, അല്ലെങ്കിൽ കമ്പോസ് ചെയ്തിട്ട് വേറെ ആളെ കൊണ്ട് പാടിക്കുന്നവരുണ്ട്. അപ്പം ഇതെല്ലാ കോമ്പിനേഷൻസിലും നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ ചെയ്ത് പോകുന്നു എന്നുള്ളൂ. അപ്പം ഇത് മൂന്നും വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊരു വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്ന അത്രേ എനിക്ക് അറിയുള്ളൂ. അല്ലാണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് ചോദിച്ചാൽ മേ ബി നമ്മുടെ മനസ്സിലുള്ളത് നമ്മുടെ ഇഷ്ടത്തിൽ തന്നെ പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. വേറൊരാളുടെ ഇടപെടൽ അതിലില്ല എന്നുള്ളതിൻ്റെ ഒരു സ്വാതന്ത്ര്യം ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നുള്ളൊരു ആശയം എങ്ങനെയാണ് ഗൗരിക്ക് തോന്നുന്നത്? അത് അങ്ങനെയുള്ള കുറേ മ്യൂസീഷ്യൻസിനോട്ട് എക്സ്പോസ്ഡ് ആയി, മ്യൂസിക് ഫെസ്റ്റിവലിൽ പോയി. ഒരുപാട് മ്യൂസീഷ്യൻസ് ആണ് ബേസിക്കലി. നമ്മൾ കൂടുതൽ മ്യൂസീഷ്യൻസിനെ പരിചയപ്പെടുമ്പോൾ അവർ കേൾക്കുന്ന പാട്ടുകൾ, അവരുടെ രീതികളൊക്കെ നമ്മൾ സംസാരിക്കും. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ എക്സ്പോസ്ഡ് ആയി വന്നൊരു പരിപാടിയാണത്. അത്ര നാള് ഈ ഫിലിം മ്യൂസിക്കിന്റെ പുറത്ത് ഇങ്ങനൊരു ശാഖയുണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ചില സുഹൃത്തുക്കളായിട്ടുള്ള പാട്ടുകാരുടെ അടുത്തു നിന്നാണ് ആ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. പിന്നെ അതിന്റെ പുറകെ പോകാൻ തുടങ്ങിയതല്ല. എനിക്ക് തോന്നുന്നു രശ്മിയും പുഷ്പവതിയൊക്കെ അല്ലെ അങ്ങനെ പാടി തുടങ്ങി. അവരൊക്കെ ആ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നുള്ളൊരു അവർക്ക് അവരുടെ റൂട്ട്സ് വേറെയാണ്, കുറച്ചുകൂടി വേറെ റൂട്ട്സ് നിന്ന് വരുന്നവരാണ്. പക്ഷെ ഒരുപാട് മ്യൂസീഷ്യൻസ് ഈ പറഞ്ഞ പോലെ ഇത് വലിയൊരു സർക്കിൾ ഉണ്ട്. ഇത് കുറെ മ്യൂസീഷ്യൻസ് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആണിത്. അപ്പൊ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ വർക്ക് കേട്ട് പുളകം കൊള്ളുന്ന ആളുകൾ തന്നെയാണ്.
അപ്പം എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു കൊമേഴ്ഷ്യൽ ഒരു വാല്യൂ വേണമല്ലോ എന്തായാലും. അപ്പൊ ഈ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ ആ ഒരു ഭാഗം എങ്ങനെയാണ്? എനിക്ക് ഇപ്പോഴും ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക് മാത്രം വെച്ച് ജീവിക്കുക എന്നുള്ളത് പാടുള്ള പണി തന്നെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലും. എനിക്ക് ഈ പറഞ്ഞ പോലെ കുറേ പ്ലേ ബാക്ക് ട്രാക്സ് ഉണ്ട്, കവേഴ്സ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് ട്രാക്സും ഉണ്ട്. എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ എങ്ങനെയോ വർക്കൗട്ട് ആവുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പ്യോർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഫൈനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ എടുത്തു കഴിഞ്ഞാൽ വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ വിജയിച്ചവരുണ്ടായിരിക്കാം, പക്ഷെ അല്ലാത്തവരും ഉണ്ട്. ഒരു പ്ലേ ബാക്ക് സിംഗറിന് കിട്ടുന്ന അത്ര ഒരു സ്റ്റെബിലിറ്റിയോ അംഗീകാരമോ ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഒരു സ്റ്റേറ്റിലോട്ട് നമ്മൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഐ തിങ്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ തന്നെ അതിനുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പം തോണി ചെയ്ത കാലത്തുണ്ടായിരുന്ന ഒരവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പം കൂടുതൽ ഫെസ്റ്റിവൽസ് നടക്കുന്നുണ്ട്. ഇപ്പം ഇൻഡിപെൻഡന്റ് ട്രാക്സിനും മറ്റേ മില്യൺസും ബില്യൺസും ഒക്കെ അടിക്കുന്നൊരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയുള്ളത്. ഈ പ്ലേ ബാക്ക് സിംഗിങ് ഇപ്പം സിനിമയിലും കൂടെ പാടിയതുകൊണ്ട് ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേക്ക് നിൽക്കുമ്പം ഗുണകരമാവുന്നുണ്ടോ? ഉറപ്പായിട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യില്ല. ഇപ്പം പ്ലേ ബാക്ക് സിംഗ് എന്ന് പറയുമ്പം വേറെ സ്ഥിരമായിട്ടൊരു ഓഡിയൻസ് ഉണ്ട് അതിന്. ഇപ്പം അത് അവരെവിടെയും പോയില്ല, അവരെന്തെങ്കിലും അവിടെ തന്നെ ഉണ്ട്. സ്ഥിരം ഓഡിയൻസ് ഉള്ള, ഇത്രയും വലിയൊരു മാസ് ഓഡിയൻസ് ഉള്ള ഒരു സംഭവമാണ് സിനിമ സംഗീതത്തിനുള്ളത്. അപ്പോൾ അവരത് കേട്ടിട്ട്, നമ്മുടെ ഏറ്റവും ചെറിയ എക്സാമ്പിൾ, അവരത് കേട്ട് ഗോദല ആരോ നെഞ്ചിൽ കേട്ടിട്ട് എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരാൾ 2 ആഴ്ച കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ട്രാക്ക് ഇറക്കുമ്പോൾ അത് അങ്ങോട്ട് പോവാണ്. ഇതിങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലുകളിൽ കൂടെ ഉറപ്പായിട്ടും മ്യൂച്വലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. വരവീണ ഒന്ന് പാടുക. വരവീണ മൃദുപാണി വരവീണ മൃദുപാണി വനരുഹലോചനുരണി സുരുചിരവം പരവേണി സുരനുത കല്യാണി വരവീണ മൃദുപാണി വനരുഹലോചനുരണി സുരുചിരവം പരവേണി സുരനുത കല്യാണി. ഓരോ പാട്ടിനും ഓരോ പേരുകൾ കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, താഴ്വാരം, മണ്ണ്, തോണി, ഇങ്ങനെ നല്ല രസമുള്ള പേരുകളാണല്ലോ. സഖിയെ, ഈ പേരുകൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ആ പാട്ടിലെ മെയിൻ വരിയുടെ ഫസ്റ്റ് വാക്കെടുത്തിടും. അല്ലാതെ വലിയ ഒന്നുമില്ല, വലിയ ഫിലോസഫി ഭയങ്കര ഒന്നുമില്ല. പക്ഷെ ആ പേരുകൾക്കൊക്കെ ഗൗരി ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു പ്രകൃതിനോടൊരു അടുപ്പം. എന്റെ ഏത് പാട്ടെടുത്ത് നോക്കിയാലും എല്ലാത്തിലും പ്രകൃതിയുടെ സംഭവങ്ങൾ ഭയങ്കരമായിട്ടുണ്ടാവും. അത് അങ്ങനൊരു ചെറുതായിരുന്നപ്പോഴൊക്കെ ഏറ്റവും എഴുത്തിൽ കാണുന്നതൊക്കെ വെച്ച് കമ്പാരിസണും പരിപാടി ഇപ്പോഴും അങ്ങനെ അതൊക്കെ തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതുപോലത്തെ ഇതുപോലത്തെ അത്, ഇതൊക്കെ തന്നെ പൂവും കായൊക്കെ തന്നെയാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയുടെ എലമെന്റ് എല്ലാത്തിലും ഉണ്ട്. ഏത് പാട്ടെടുത്ത് നോക്കിയാലും, ഞാൻ ഉണ്ടാക്കുന്ന ഏത് പാട്ട് നോക്കിയാലും ഉറപ്പായിട്ടും കുറേ പ്രകൃതി എലമെന്റ്സ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് കുറെ പ്രകൃതി ഉള്ളതുകൊണ്ട് പ്രകൃതിയുടെ വാക്കുകൾ വരുന്നു എന്നുള്ളേ ഉള്ളൂ. അതിലങ്ങനെ ഭയങ്കര ആലോചനയൊന്നും ഇല്ല. ഒന്നിലും വലിയ ആലോചന ഒന്നും ഇല്ല. ഒക്കെ അങ്ങനെ സംഭവിച്ചു പോവാണല്ലേ. പോണപ്പോക്കിൽ ഞാനും പോണെന്നേ ഉള്ളൂ, അല്ലാണ്ട് അങ്ങനെ വലിയ ആലോചിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. കൈതോല പായ വിരിച്ച് ഒന്ന് പാടും. കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താനെ പവരും നിന്റെ മാവന്മാര് പൊന്നേ, കാതുകുത്താനെ പവരും നിന്റെ മാവന്മാര് പൊന്നേ. കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താനെ പവരും നിന്റെ മാവന്മാര് പൊന്നേ, കാതുകുത്താനെ പവരും നിന്റെ മാവന്മാര് പൊന്നേ. കലാഭാമണി ഏത് വേദിയിൽ പങ്കെടുക്കുമ്പോഴും പാടുന്നൊരു പാട്ടായിരുന്നു അല്ലേ? നാടൻ പാട്ട് മറ്റേ സാധാരണക്കാരിലേക്ക് അത്രയും മാസ് ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും അദ്ദേഹം ഭയങ്കര ഒരു റോള് ചെയ്തിട്ടുള്ള ആളാണ്.
അതെ. പലപ്പോഴും പലരും തുറന്നു പറയാൻ മടിക്കുന്ന ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂവിനെ വളരെ വളരെ എന്താ പറയുക ഗൗരവത്തിൽ ഏറ്റെടുക്കുകയും അതിന് വേണ്ട ചികിത്സ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. എങ്ങനെയാണ് ഗൗരി അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നത്? ഈ ഒരു എന്താ BPD അല്ലേ, അത് അങ്ങനെ ഒരു പ്രോബ്ലം എനിക്ക് ഉണ്ടെന്നുള്ളൊരു. BPD OCPD രണ്ടും ഡയഗ്നോസ്ഡ് ആവുന്നത് കോവിഡ് സമയത്താണ്. നമ്മുടെ ഒരു ഡോക്ടർ, ഒരു സൈക്യാട്രിസ്റ്റ്, ഒരു ആശ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിലെ ഡോക്ടർ, പുള്ളിക്കാരിയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. കുറച്ച് നാളെ അതിൻ്റെ മെഡിസിൻസും ഉണ്ടായിരുന്നു. ഒരിക്കൽ 1 to 2 years ഞാൻ മെഡിസിൻ എടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ് തെറപ്പി സ്റ്റാർട്ട് ചെയ്തു. തെറപ്പി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാണ് PTSD CPTSD ഡയഗ്നോസ് വരുന്നത്. ശരി. അപ്പം അപ്പോൾ അത് പല സ്റ്റേജിലായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ലൈക്ക് ഫസ്റ്റ് ഇനീഷ്യൽ കേസിൽ ഡോക്ടറിനോട് ഇതിൻ്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി കേട്ടപ്പോഴേക്കും പുള്ളിക്കാരി ഇതാണ് സംഭവം എന്ന് പറഞ്ഞ അങ്ങനെയാണ് ഈ ഇനീഷ്യൽ BPD OCPD പരിപാടികൾ ഉണ്ട് എന്ന് മനസ്സിലായത്. അല്ല, എന്തൊക്കെയായിരുന്നു ഗൗരിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ? എനിക്ക് കുറെ മുന്നേ ചിലപ്പം അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയാതെ പോയത്. ടീനേജ് പ്രായത്തിലൊക്കെ തന്നെ വരുന്ന സംഭവങ്ങൾ ഇതൊക്കെ. BPD ഒക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ വരും. പക്ഷേ പ്രശ്നം അത് നമ്മളിപ്പം ടീനേജ് ഇയേഴ്സ് ഒക്കെ ആണെങ്കിലും ഒരു കുട്ടി ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ അൺസ്റ്റേബിലിറ്റിയോ അല്ലെങ്കിൽ ഭയങ്കര റെസിസ്റ്റൻസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു സ്വഭാവമായിട്ട് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെയാണ് പ്രായത്തിൻ്റെ ഒരു, അപ്പം അങ്ങനെയുള്ള ഒരു പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കാരണം കുറേ ഇതിങ്ങനെ ഹൈഡായി പോവും. ഇപ്പം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇമോഷണലി എഫക്റ്റഡ് ആവുന്ന ഒരാളായിരുന്നു, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡോട്ട്സും കണക്ട് ആവും. എല്ലാ റിലേഷൻഷിപ്സ്, എല്ലാ ഫ്രണ്ട്ഷിപ്സ്, വീട്ടിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്കൂളിൽ, കോളേജ് എല്ലാം കണക്ട് ചെയ്യുമ്പോഴേക്കും ശരിയാണ് ഇതൊക്കെ അന്നേ ഉണ്ടായിരുന്നു. അത് ഒരു ഡയഗ്നോസിസ് നമുക്ക് കിട്ടുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ ഈ റെവലേഷനാണ്. ഓക്കെ, ഇതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് എന്നുള്ളൊരു ഉത്തരം കിട്ടുന്നതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ആദ്യത്തെ ഒരു ഹിറ്റ് എന്ന് പറയുന്നത്. അവിടുന്ന് തുടങ്ങും നമ്മുടെ, എനിക്ക് എന്റെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നാണ്. ആ ഒരു തിരിച്ചറിവ് നോക്കി ഇതിപ്പം ഒരു കുഴപ്പം നീയായിട്ട് ഉണ്ടാക്കി വെച്ച കുഴപ്പമല്ല, ഇത് നമുക്ക് ഡീൽ ചെയ്യാവുന്ന കേസാണ് എന്നുള്ളൊരു സമാധാനത്തിലോട്ട് ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പാണത്. ഇപ്പോൾ ഞാൻ ഒരു 2 ആഴ്ച മുന്നേ എൻ്റെ തെറപ്പിസ്റ്റിനെ അടുത്ത് ഞാൻ പറഞ്ഞോളൂ. ഇപ്പം എൻ്റെ ഒരു തെറപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നത് ഒരു വെൽനസ് പരിപാടി മാത്രമാണ്. എനിക്കിപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഡീൽ ചെയ്യാൻ. എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നം കൊണ്ട് ഈ പ്രശ്നം ഇങ്ങനെ കൊണ്ടുപോയിട്ട് എനിക്കിങ്ങനെ വലിയ ഓരോ തെറപ്പി സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ പ്രശ്നം കൊണ്ടാണ് ഞാൻ പോവുക. ഇത് വലിയൊരു സാധനമാണ്, ഇത് ഇങ്ങനെ ഡീൽ, എനിക്ക് എമർജൻസി ആയിട്ടൊക്കെ ഞാൻ ചെല്ലും. ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇന്ന് തന്നെ വേണമെങ്കിൽ നാളെ തന്നെ സംസാരിക്കാം എന്നൊക്കെ ഇപ്പോൾ തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയ സമയങ്ങളുണ്ട്. ഇപ്പം എനിക്ക് 2 ആഴ്ച ഒരിക്കലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ സെഷന് തൊട്ട് മുന്നേ ഓർക്കുക ഒരു തെറപ്പി ഉണ്ടല്ലോ, അപ്പോൾ എന്ത് പറയും, എന്തൊക്കെയാണ് 2 ആഴ്ച നടന്നത്, ഞാൻ പോയിട്ട് ആ വിശേഷം ഷെയർ ചെയ്യുന്നു. പുള്ളിക്കാരി വളരെ നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള റെസ്പോൺസസ് തരുന്നു. എന്തെങ്കിലും എവിടെയെങ്കിലും എനിക്കൊരു പുഷ് വേണമെങ്കിൽ പുള്ളി ഒരു പുഷ് തരുന്നു, വാലിഡേഷൻ വേണമെങ്കിൽ വാലിഡേഷൻ തരുന്നു. ഇപ്പം എനിക്കതൊരു വെൽനെസ് എന്ന രീതിയിൽ ഇപ്പം റൈറ്റ് നൗ തെറപ്പി. പക്ഷേ ആ സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് നാളത്തെ പ്രാക്ടീസിൽ കൂടിയാണ് ഇപ്പം ആ ഒരു സ്റ്റേജിലെത്തിയത്. പക്ഷെ ആളുകൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളത്. എന്താ പ്രോബ്ലം? എനിക്ക് തോന്നുന്നു ഗൗരിയും തുടക്കകാലത്ത് വിചാരിച്ചിട്ടുണ്ടാവും, ഞാൻ എന്താ ഇങ്ങനെ എല്ലാവരോടും എന്താ ഞാനിങ്ങനെ ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇഷ്ടമാണെങ്കിലും വല്ലാത്ത ഇഷ്ടം, ദേഷ്യമാണെങ്കിൽ അതിഭീകര ദേഷ്യം എന്നുള്ള അല്ലേ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോഴൊന്നും ഗൗരിയും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ഇത് എൻ്റെ സ്വഭാവമാണ് എന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവും. എങ്ങനെയായിരുന്നു ചുറ്റുമുള്ള മനുഷ്യരുടെ ഒരു റെസ്പോൺസ് അതിനോട് ആ സമയത്ത് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന? റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൊക്കെ പ്രശ്നങ്ങൾ പൊതുവേ സംഭവബഹുലമായ ലൈഫായിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഭയങ്കരമായിട്ടുള്ള ഹൈസും ലോസൊക്കെ ഉണ്ടാവും, ഭയങ്കരമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവുന്നു, അത് അതേപോലെ തന്നെ പൊട്ടിപ്പോകുന്നു. പൊട്ടിപ്പോകുന്നതൊക്കെ വലിയ സമാധാനപരമായിട്ടുള്ള പിരിഞ്ഞു പോലൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. എല്ലാം മറ്റേ അടികൂടി പ്രശ്നമായി അങ്ങനെയുള്ള, കാരണം എല്ലാം എക്സ്ട്രീം ഇമോഷൻസ് ആണ്. അപ്പം പക്ഷേ ഈ പറഞ്ഞ പോലെ ഒന്നല്ലെങ്കിൽ എൻ്റെ മേലെ അല്ലെങ്കിൽ മറ്റേ ആളുടെ മേലെ ബ്ലെയിം വയ്ക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമുക്കപ്പോൾ ഉള്ളൂ. നമുക്കത്രേ അറിയുള്ളൂ. ഒന്നല്ലെങ്കിൽ ഇത് അവൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ അവളുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നമാണ്. അല്ലാണ്ടൊരു വേറൊരു പെർസ്പെക്റ്റീവ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോകാണ്ട് ഇത് കറുപ്പും വെളുപ്പൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്, ഇതെല്ലാം മനുഷ്യന്മാരാണ്, ഇനി വേറെ പെർസ്പെക്റ്റീവ്സ് ഉണ്ടെന്നൊന്നും ആലോചിക്കാനൊന്നും അപ്പോൾ പറ്റില്ല നമുക്ക്. അപ്പം അത് കാരണം ഒരുപാട് ഭയങ്കരമായിട്ടുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം എന്ത് പ്രശ്നമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഒരു അങ്ങോട്ട് മിഡിൽ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചിന്തിക്കാനും അതിനെ കാണാനും ഭയങ്കരമായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അത് മേജർ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു, ബിഫോർ ട്രീറ്റ്മെന്റ് ആൻഡ് ആഫ്റ്റർ തെറപ്പി ഓർ വാട്ട് എവർ. അത് ശരി. കരിയറിൽ അത് എഫക്ട് ചെയ്തിരുന്നോ? കരിയറിൽ ആക്ച്വലി എഫക്ട് ചെയ്തിട്ടില്ല. എനിക്കിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, പക്ഷെ എപ്പോഴും ഇറ്റ് വാസ് കെപ്റ്റ് സെപ്പറേറ്റ്. എത്ര ഡാർക്ക് അവസ്ഥയാണെങ്കിലും അതിങ്ങോട്ട് ചോരാണ്ട്
ഡെയിലി ഇത് പോകാൻ പറ്റിയിട്ടുണ്ട്. അത് ശരി. അതിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അത് അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. വീട്ടുകാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു ഗൗരിയുടെ ഈ ഒരു പ്രശ്നത്തിനോട്? വീട്ടുകാരെങ്ങനെ ഈ പറഞ്ഞ പോലെ പുച്ഛിക്കലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പുച്ഛിക്കൽ അല്ലെങ്കിൽ ഇത് വേസ്റ്റാണ്, തെറപ്പി വേസ്റ്റാണ്, മരുന്ന് വേസ്റ്റാണ്, അങ്ങനെയുള്ള കോൺവെർസേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അവർക്കും ഇതൊരു പുതിയൊരു സംഭവമാണ്. അവരെ എൻ്റെ കൂടെ അങ്ങനെ അവരും ആ ഫ്ലോയിൽ പോയിന്ന് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അവരങ്ങനെ അതിനെ ഭയങ്കരമായിട്ട് എതിർക്കാനോ ഈ പുറത്ത് പറഞ്ഞ പ്രശ്നമാണെന്നുള്ള കോൺവെർസേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള അപ്ഡേറ്റ്സ് ചിലപ്പോൾ അവിടെ ഞാൻ കൊടുക്കുമ്പോൾ അതിന് ഓക്കെ എന്നുള്ളൊരു റെസ്പോൺസ് വന്ന് അതിൻ്റെ കൂടുതലൊരു അങ്ങനെയാണ് എനിക്കങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഞാൻ തന്നെ ഈ നമ്മുടെ കൊളീഗ്സൊക്കെ ആയിട്ട് ആളുകളുടെ അടുത്ത് നിന്ന് തന്നെ ഈ വീട്ടിൽ നിന്നുള്ള എക്സ്ട്രീം റെസിസ്റ്റൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വീട്ടുകാർ ഭയങ്കര റെസിസ്റ്റ് ചെയ്യുക, ഒരിക്കലും പുറത്തിറങ്ങിയ പ്രശ്നമാണ്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങനെ അങ്ങനെയുള്ള റെസിസ്റ്റൻസ് എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അവരും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കും പുതിയൊരു സംഭവമാണ് ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്നുള്ളത്. അതെ, അപ്പം അങ്ങനെ ആക്ച്വലി അതൊരു ഹാം ചെയ്യാത്തൊരു ലെവലിലാണ് അത് വീട്ടിൽ നിന്നുള്ള റെസ്പോൺസ് വന്നിട്ടുള്ളത്. ഗൗരി തന്നെയാണ് അത് തിരിച്ചറിയുന്നത്. ഗണേഷാണ് ആദ്യം പറയുന്നത്. ഗണേഷാണ് ഫസ്റ്റ് പറയുന്നത്. എന്തോ ഇതെന്തോ ട്രീറ്റ്മെന്റ് കിട്ടേണ്ട കേസാണ്, നീ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ഫസ്റ്റ് പുഷ് ചെയ്യും. ഞാൻ ഭയങ്കര റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. ഗണേഷാണ് പുഷ് ചെയ്തത്. നമുക്ക് പോവാം. അവൻ തന്നെയാണ് പോയിട്ട് മറ്റേ ഓൺലൈനൊക്കെ സെർച്ച് ചെയ്ത് റിവ്യൂസ് ഒക്കെ സെർച്ച് ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്ന ഗണേഷാണ്. ഗണേഷുമായുള്ള സൗഹൃദത്തിനെ കുറിച്ച് ഗണേഷുമായിട്ടുള്ള നമ്മളിപ്പം മാരീഡ് ആയിട്ട് ഈ നവംബറിൽ 7 വർഷമാവും. ഞങ്ങൾ അധികം പ്രേമിച്ചൊന്നും വന്നിട്ടില്ല. അപ്പം എല്ലാം ശരപടേന്നായിരുന്നു. അത് നമ്മൾ ഫ്രണ്ട്സ്, ആദ്യം പ്രൊഫഷണൽ ബന്ധമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട്സ് ആവുന്നു, പിന്നെ പ്രേമമാവുന്നു, പിന്നെ എല്ലാം വളരെ സ്പീഡിലാണ്. ഇപ്പം ഈ ഒരു തെറപ്പി ടോപ്പിക്ക് സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് അവനും തെറപ്പി എടുക്കുന്ന ആളാണ്. നമ്മൾ ഒരേപോലെ സെപ്പറേറ്റ് തെറപ്പിയാണ്. നമ്മൾ രണ്ടാളുടെ അടുത്ത് സോളോ ആയിട്ട് ചെയ്യുന്നതാണ്. ഒരുമിച്ച് വളരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ആ ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരാൾ ലാഗ് ചെയ്യാൻ വിടാണ്ട് മറ്റേ പുഷ് എപ്പോഴും ഉണ്ട്. നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം വരിക. പുതിയ സാധനങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക, ആ ഒരു ജേർണിയിൽ ഒരുമിച്ച് പോവാന്നുള്ളത്, ആ ഒരു കംപ്ലീറ്റ് എഫേർട്ട് ടു കീപ് ഗ്രോയിങ് ഓർ കീപ് ഗെറ്റിംഗ് ബെറ്റർ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നു. എന്നാൽ ഞങ്ങൾ ഭയങ്കര ഇൻ്റർട്വൈൻഡ് ആയിട്ടുള്ള ആളുകളാണ്. അതൊന്ന് ഭയങ്കര ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന 2 ആളുകളാണ്. അപ്പം നമ്മുടെ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ പ്രയോറിറ്റീസിൽ എപ്പോഴും നമ്മൾ രണ്ടുപേരും ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗണേഷ് എന്നുള്ളത് ആ ഫസ്റ്റ് പ്രയോറിറ്റി നിൽക്കുന്ന ഒരാളാണ്. ഗണേഷും തിരിച്ച് അങ്ങനെ തന്നെയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു ബന്ധം മാത്രം, നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാണ്. നമ്മളിടയ്ക്ക് മറ്റേ ഭയങ്കര സിബ്ലിങ്സിനെ പോലാവും. പല രീതിയിലുള്ളൊരു, എനിക്ക് മേ ബി ഇത്രയും വർഷം കൊണ്ട് ഇങ്ങനെ എത്തുന്നതായിരിക്കും കേട്ടോ. ആ ഇനിഷ്യൽ പരിപാടി കഴിഞ്ഞിട്ട്, ഇനിഷ്യലുള്ളൊരു മറ്റേ ബട്ടർഫ്ലൈ പരിപാടിയായി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ആ ഒരു ലൈക്ക് വി ആർ എ ഫാമിലി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് ഞാൻ ഒരുപാട് റിലേഷൻ ഞാൻ കണ്ടിട്ടുള്ളത് എനിക്കറിയാവുന്നവരൊക്കെ തന്നെ ഇത് ഇനീഷ്യൽ ബട്ടർഫ്ലൈ പരിപാടികൾ കഴിയും, ഒരു ഭയങ്കര ബട്ടർഫ്ലൈ പ്രേമ ഹണിമൂൺ ഫേസ് എല്ലാം കഴിയുമ്പോഴേക്കും ഒരു സ്റ്റക്കാവുന്നൊരു സംഭവം. കാരണം നമ്മൾ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇവരുടെ നമുക്ക് കോമ്പാറ്റബിൾ അല്ലാത്ത സൈഡുകൾ നമ്മൾ കണ്ടു തുടങ്ങാം. ഗണേഷ് തമിഴ്നാട്ടിൽ ചെന്നൈയിലുള്ള ആളാണ്, ഞാൻ ഇവിടെയുള്ള ആളാണ്. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഒത്തുപോകാൻ വയ്യാത്ത സംഭവങ്ങളുണ്ട്. കംപ്ലീറ്റ് ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ ഓരോന്നും വർക്ക് ചെയ്ത് നേരത്തെ പറഞ്ഞ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോകാണ്ട് മറ്റേ മിഡിൽ ഗ്രൗണ്ടിൽ വന്നിട്ട് എനിക്ക് ഇത്രയും വരാം, നീ ഇത്രയും വരണം, നീ വന്നാലേ ഞാൻ ഇത്രയും വരുള്ളൂ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ. അത് ആ ഒരു സ്നേഹത്തിൽ തന്നെ വരുന്നതാണ്. ഇയാളില്ലെങ്കിൽ ഞാനില്ലെങ്കിൽ ഇയാളില്ല എന്നുള്ളൊരു മനസ്സിലാക്കൽ, ആ ഒരു വൾണറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് മനസ്സിലാക്കി ഞാൻ വലിയ പുള്ളിയാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കാണ്ട് വരുന്നിടത്തുനിന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു ആ ഒരു രണ്ടുപേരും വരിക എന്നുള്ളൊരു സംഭവം. ഒരാൾ മാത്രം എഫേർട്ട് ഇടാണ്ട് രണ്ടുപേരും ഒരുപോലെ എഫേർട്ട്. ഇത് ഒരു പ്രശ്നം വരുമ്പോൾ അത് നിൻ്റെയോ എൻ്റെയോ നിൻ്റെ പ്രശ്നം മാത്രം അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം മാത്രമല്ല, പ്രശ്നം അവിടെ വെച്ചിട്ട് നമ്മൾ ഇത് എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളൊരു സ്റ്റേറ്റിലോട്ട് വരാൻ പറ്റുക എന്നുള്ളതാണ്. ഈസി അല്ല, പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. അങ്ങനെ ഒരു ചിന്തയിലേക്ക് ഗൗരി ആയാലും ഗണേഷ് ആയാലും എത്തുന്നതിന് ഈ ഒരു തെറാപ്പിയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഒരുപാട് വഴക്കുകൾ, ആ വഴക്ക് ശരിക്കും നമ്മളെക്കുറിച്ച് പോലുള്ള ആയിരിക്കില്ല വഴക്ക്. ഇടുമ്പോൾ ആ വഴക്ക് നമ്മുടെ വഴക്കാണ്. പക്ഷെ അത് തോണ്ടി പോയി കഴിഞ്ഞാൽ മറ്റേ 5 വയസ്സിൽ നിന്നെ അവിടെ ഇരുന്നപ്പോൾ നിന്റെ അമ്മ നിന്നെ അങ്ങനെ പറഞ്ഞില്ലേ,
അവിടുന്നാണ് ഇത് വന്നത്. ഉയ്യോ. അപ്പൊ അടുത്ത പ്രാവശ്യം വഴക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇയാളുടെ കുഴപ്പമല്ല, ഇത് അന്നുണ്ടായ എൻ്റെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡാണ് ഈ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇയാള് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല, ഇയാളെ ഞാൻ കുറ്റം പറയേണ്ട കാര്യമില്ല എന്നുള്ള ഒരു സ്റ്റേറ്റിലോട്ട് എത്തുന്നതിന് തെറപ്പി ഭയങ്കര. അതാ പറഞ്ഞ ഈ പ്രശ്നം എന്ന് പറയുന്നത് നിന്റെ പ്രശ്നം എൻ്റെ പ്രശ്നമല്ല, ഇത് ഇവിടെ ഒരു പ്രശ്നം ഇരിപ്പുണ്ട്, ഇത് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം, ഇത് എവിടുന്നാണ് ഈ പ്രശ്നം. അതാണ് നമ്മളുള്ള ഏറ്റവും വലിയ ക്വസ്റ്റൻ ഇതാണ്, ഇത് എവിടുന്നാണ് വരുന്നത്, ഈ പ്രശ്നം ഇപ്പോൾ എവിടുന്നാണ് വരുന്നത് എന്നുള്ള ചോദ്യം ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഒരു മേജർ ക്വസ്റ്റ്യനാണ്. ഗണേഷിന് വേണ്ടി ഒരു പാട്ട്. ഗണേശന് വേണ്ടി പാട്ട്. കൺമണി അൻപോട് കാതലൻ നാൻ തുള്ളും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ நான் இங்க சௌக்கியமே, உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அது எழுத நினைக்கையில் வார்த்தை முட்டுது. ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்க சௌக்கியமே. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയിട്ട് ഗൗരി പറയുമ്പം പറഞ്ഞൊരു വീഡിയോസൊക്കെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ജോഷ്ടോക്ക് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റുകൾ ഞാനിങ്ങനെ വായിച്ചു നോക്കിയായിരുന്നു. ഒരുപാട് ആളുകൾ നമ്മൾ അപ്പോഴാണ് അറിയുന്നത് അവർ കടന്നുപോയ എന്തൊക്കെ സാഹചര്യത്തിലൂടെയാണ് അവർ പോയിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അയ്യോ ഇത് ഞാൻ തന്നെ ഗൗരി പറയുന്നത് എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ. പക്ഷെ അവർക്കൊന്നും ഗൗരി പറഞ്ഞപ്പം തിരിച്ചറിഞ്ഞ ആൾക്കാരും ഉണ്ട്, അതിനു മുന്നേ തിരിച്ചറിഞ്ഞ് സ്വയം ചികിത്സ തുടങ്ങിയ. പക്ഷെ അവർക്കൊന്നും ഭൂരിഭാഗം പേരും പറഞ്ഞ് കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ വീട്ടുകാർ തിരിച്ചറിഞ്ഞിട്ടില്ല, പിന്നെ അവരുടെ ചെറുപ്പത്തിലുള്ളൊരു സാഹചര്യം ആണോ അവരെ ഇതിലേക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതെന്നൊക്കെ ഒക്കെ ഞാൻ അതിനടിയിൽ വായിച്ചിട്ടുള്ള ഡിസ്കഷൻ. ഗൗരി ശ്രദ്ധിച്ചിരുന്നു? അത് ഞാൻ കുറെ വായിച്ചിട്ടുണ്ട്. അതിന്റെ താഴെ മാത്രമല്ല, ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ ഇന്റർവ്യൂവിന്റെ താഴെ ഇതുപോലെ കുറെ കമന്റ്സ് ഉണ്ട്. കോളുകൾ വരാറുണ്ട്. നമ്മുടെ എൻക്വയറി നമ്പറാണ്, എൻക്വയറി നമ്പറിൽ വിളിച്ചിട്ട് ഈ ഡോക്ടറുടെ നമ്പർ ചോദിക്കുന്ന ഒരുപാട് കോളുകൾ വരാറുണ്ട്. നമ്മൾ ഡോക്ടറിന്റെ നമ്പർ കൊടുക്കാറുണ്ട്. പക്ഷെ അവിടം വരെ നമ്മൾ ചെയ്യൂല കേട്ടോ. മറ്റേ ഇത് ഞാനത് എടുക്കില്ല, എനിക്ക് എന്റെ കാര്യങ്ങളും എന്റെ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഹെൽപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ഡോക്ടറിനെ അടുത്തോട്ട് എനിക്ക് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യാം. അത് ഈ കഥകളൊക്കെ കേട്ടിട്ട് ഇതൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ഇന്ന ആളെ പോയി കണ്ടോളൂ, ഇതാണ് അഡ്രസ് എന്നുള്ളത് കൊടുക്കാറുണ്ട്. ഗൗരിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു തെറാപ്പിസ്റ്റിനെ കിട്ടി എന്നുള്ളത് തന്നെയാണ്. എന്റെ ഫസ്റ്റ് തെറാപ്പിസ്റ്റ് നല്ല തെറാപ്പിസ്റ്റ് അല്ലായിരുന്നു. ഇത് നമ്മൾ തപ്പിക്കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും എല്ലാ തെറാപ്പിസ്റ്റും സെറ്റ് ആവണമെന്നില്ല. ഇപ്പൊ എന്റെ തെറാപ്പിസ്റ്റിന്റെ വേറെ ആൾക്ക് ചിലപ്പം ശരിയാവില്ല, അവർക്ക് കുറച്ചുകൂടി വേറൊരു എന്താ പറയുക രീതിയിൽ അതിനെ. ഓരോ തെറാപ്പിസ്റ്റിനും ഓരോ രീതിയാണല്ലോ. കുറച്ചുകൂടി പേഴ്സണൽ ലെവലിൽ സംസാരിക്കുന്ന ആളുണ്ട്. എൻ്റെ നട്ടാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്ലിയർ ബൗണ്ടറീസ് ഒക്കെ കീപ്പ് ചെയ്ത് ഒരിക്കലും ആ പുള്ളിക്കാരിയുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും തന്നെ പുള്ളിക്കാരി ഇവിടെ പറയില്ല. പുള്ളിക്കാരിയുടെ ഫസ്റ്റ് സെഷനിൽ പുള്ളിക്കാരി എങ്ങനെയാണോ എന്നെ ഡീൽ ചെയ്ത് അതേപോലെ തന്നെ പുള്ളിക്കാരി ഇപ്പോഴും. നമ്മൾ 2 വർഷമായിട്ട് എല്ലാ ആഴ്ചയും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ അത്രയും ബൗണ്ടറീസ് കീപ്പ് ചെയ്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി വേറൊരു പേഷ്യൻ്റ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും പുള്ളിക്കാരിക്ക് വേറെ എന്തെങ്കിലും കുറച്ചുകൂടി ഒരു അടുപ്പം വേണം തോന്നും ചിലപ്പോൾ. അങ്ങനെ അപ്പം ഓരോ ആളുകൾക്കും ഓരോ രീതിയാണ്, ഓരോ എക്സ്പെക്ടേഷൻസ് ആണ് തെറപ്പിക്ക് പോകുമ്പോൾ. എനിക്കിത് 100% സെറ്റാണ്. അപ്പം ചിലപ്പം ആദ്യത്തെ ആള് ശരിയാവില്ല, ചിലപ്പം രണ്ടാമത്തെ ആള് ശരിയാവില്ല. പക്ഷെ നിങ്ങളത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് തപ്പിക്കൊണ്ടേ ഇരിക്കുകയെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് എൻ്റെ ഫസ്റ്റ് തെറാപ്പിസ്റ്റ് ചെന്നൈയിലുള്ളതായിരുന്നു. കുറച്ചാൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന മെഡിസിൻ എടുത്തിട്ടുണ്ട്. അത്രയും ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പൊ നിങ്ങളത് തേടി കണ്ടുപിടിക്കുക. ഒരാൾ കുളമാണെങ്കിൽ ഉടനെ ഇത് ശരിയാവുന്നില്ല. നമ്മളൊരു പനി വന്നിട്ട് പനി മാറിയില്ലെങ്കിൽ ഉടനെ അടുത്ത ഡോക്ടറിന്റെ അടുത്ത് പോയില്ലേ, അത്രേ ഉള്ളൂ. ഇപ്പൊ തെറാപ്പിസ്റ്റിനെ കണ്ടുപിടിച്ചാൽ പോലും നമ്മൾ കുറെ വർക്ക് ഇടാനുണ്ട് അതിൽ. നമ്മൾ ഭയങ്കരമായി നമ്മൾ വർഷങ്ങളോളം ഉള്ള നമ്മുടെ ബ്രെയിനിന്റെ പാറ്റേൺസ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകുന്നത് ഒട്ടും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന സാഹചര്യം ഇതിന് ഒട്ടും സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും ചുറ്റുമുള്ളത്. ട്രിഗേഴ്സ് ഒക്കെ തൊട്ട് മറ്റേ 1 മീറ്റർ അപ്പുറത്ത് നമ്മൾ ട്രിഗർ നിൽപ്പുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ഫേസ് ചെയ്ത് അത്ര എഫേർട്ട് ഇട്ട് മുന്നോട്ട് നീങ്ങാൻ റെഡി ആയിട്ടുള്ള ആൾക്ക് ഉറപ്പായിട്ടും ഒരു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളോ ഒക്കെ ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ? ഇത് നേച്ചർ ആൻഡ് നേച്ചർ എന്ന് പറയാം. സൈക്കോളജിയിൽ നമ്മൾ
ജനിച്ചപ്പോഴേ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, നമ്മൾ വളർന്ന് വന്നപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത കാര്യങ്ങളായിരിക്കാം. അപ്പം പല ഫാക്ടേഴ്സും ഇതിൽ വർക്കാവും. മേ ബി സ്കൂളായിരിക്കാം, വീടായിരിക്കാം, നമ്മുടെ നാടായിരിക്കാം, ഫേസ് ചെയ്ത ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം. ഇതൊക്കെ ഏത് കാലത്ത് എപ്പോഴാണ് ഏത് അവസ്ഥയിലാണ് നമുക്ക് തിരിച്ചടിക്കാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല. ബ്രെയിൻ വളരെ പല രീതിയിൽ ഓരോരുത്തരും ഗണേശിന് ചൈൽഡ്ഹുഡിലെ കുറേ കാര്യങ്ങൾ ഓർമ്മയില്ല. അത് ചിലപ്പം ബ്രെയിനിന് പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി അങ്ങ് മറച്ചു വെക്കുന്നതായിരിക്കും. എനിക്കാണെങ്കിൽ മുടിഞ്ഞ ഓർമ്മയാണ്, ഒരു സാധനം മറക്കില്ല, അതും പ്രശ്നമാണ്. ഓരോരുത്തരുടെയും ബ്രെയിൻ ഓരോ ഇതിലാണ് ഫംഗ്ഷൻ ആവുക. അപ്പോൾ അത് തെറപ്പിയിൽ വരുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞ് കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇത് ഈ പറഞ്ഞ ഓരോന്നും എവിടുന്നാണ് വരുന്നത്. ഇപ്പം പാർട്ട്ണറിൻ്റെ അടുത്ത് ഒരു എക്സ്ട്രീം പോസിറ്റീവ്നെസ് കാണിക്കുന്ന, അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ അടുത്ത് ഭയങ്കര പാർട്ട്ണർ ഒന്ന് മാറി പോയി കഴിഞ്ഞാൽ ഫോൺ എടുത്തില്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഈ പ്രാന്താവുന്ന ആളുകളൊക്കെ, അത് അയാളുടെ അപ്പോഴുള്ള അവസ്ഥയൊന്നും ആയിരിക്കില്ല. അല്ലെ ഏതെങ്കിലും കാലത്ത് അയാളുടെ ഭയങ്കരമായിട്ട് അയാൾ ഹോപ്പ്ഫുള്ളി ഒരു പ്രൊട്ടക്ടറായിട്ട് കണ്ട ഒരാൾ മേ ബി അയാളെ കംപ്ലീറ്റ്ലി അബാൻഡൻ ചെയ്തേക്കാം. ആ ഒരു ഇന്നർ ചൈൽഡ് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ഉള്ള ഈ പ്രാന്തൊക്കെ ഭയങ്കരമായിട്ടുള്ള യോ എന്നുള്ളൊരു ആങ്സൈറ്റി ഒക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ റീസൺസും മറ്റേ ഡോട്ട് കണക്ട് ചെയ്ത് ചൈൽഡ്ഹുഡ് റീവിസിറ്റ് ചെയ്യുക എന്നുള്ളത് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വെൻ കംസ് ടു തെറപ്പി. ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഭയങ്കര എക്സോസ്റ്റിംഗ് ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ലൈക്ക് കുട്ടികൾ ഞാൻ പറയില്ല, ഇപ്പം ഈ പ്രായമുള്ളവരും പാരൻസുമായിട്ടുള്ള ബന്ധം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്നത് പാരൻസിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പം കുഞ്ഞിലെ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെ ഒരു സംഭവം ചെയ്തത് എനിക്ക് ഭയങ്കര പക്ഷേ അത് അവരെങ്ങനെ ചെയ്തതും അവർക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് കേട്ടോ എന്ന് ഫസ്റ്റേ ഇവർ പറയും. ഇവർ ചെയ്യാത്തൊരു കാര്യം ഇവർ ആ കൊച്ചിനെ യാതൊരു കാരണം വാലിഡേറ്റ് ചെയ്യില്ല. അതായത് ആ ഇന്നർ ചൈൽഡിന് ആദ്യം വേണ്ടത് വാലിഡേഷനാണ്. അവരത് ചെയ്തത് ശരിയല്ല, അത് നീ അതിൽ കൂടെ പോകാൻ പാടില്ല, നീ ആസ് എ ചൈൽഡ് യു നെവർ ഡിസേർവ് ടു ഗോ ത്രൂ ദാറ്റ് എന്ന് ആദ്യം കുട്ടീനെ ആശ്വസിപ്പിക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ആ പ്രശ്നത്തിന് ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ട് പോയി പറയാം, ഓക്കെ പാരൻസിന് അപ്പം ഇത്ര അറിയായിരുന്നുള്ളൂ, അവർക്ക് അത്രയ്ക്കുള്ള ബോധം ഉണ്ടായിരുന്നു, അവർക്ക് അറിയാവുന്ന പോലെ നിന്നെ വളർത്തി, അത് കഴിഞ്ഞ് പറയാം. പക്ഷെ ഒരുപാട് പേര് ചെയ്യുന്നത് ആ ഒരു ഇന്നർ ചൈൽഡ് വാലിഡേഷൻ ഭയങ്കര കുറവാണ്. ആ കുട്ടിക്ക് എന്താണ് വേണ്ടത്, കുട്ടിക്ക് ആ സേഫ്റ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. കുട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് ആ ചൈൽഡ് അവിടെ തന്നെ ഉണ്ട്, അത് എവിടെ പോയിട്ടില്ല, ചാവുന്നവരെ അവിടെ തന്നെ ഉണ്ടാവും. അതിന് കൊടുക്കേണ്ട വാലിഡേഷനും സേഫ്റ്റി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നിടത്തുനിന്നാണ് ഈ ചൈൽഡ്ഹുഡ് എന്നുള്ള സംഭവങ്ങൾ നമുക്ക് ഹീലായി തുടങ്ങാം. ഹെറിഡിറ്ററി ഫാക്ടറാണോ ഇതിനകത്ത്? അതായത് ഇറ്റ്സ് എ മിക്സ് ഓഫ് ബോത്ത്. ലൈക്ക് നേച്ചറിന് അങ്ങനെ ഓരോ ഡിസോർഡറിനും മാറി വരും, ഓരോ പെർസെൻറ്റേജിലായിരിക്കും ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ വരാം. നേച്ചറുണ്ട്, നേച്ചറുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഡിബേറ്റ് ആണത്. ഇതെങ്ങനെ എത്ര പെർസെൻറ്റേജ് നേച്ചർ, എത്ര പെർസെൻറ്റ് നേച്ചർ എന്നുള്ളത് ഇപ്പോഴും ഡിബേറ്റബിൾ ആയിട്ടൊരു ടോപ്പിക്കാണ്. പക്ഷെ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ്. ഗൗരി തുടങ്ങിയത് മുതൽ ഇപ്പം എത്തി നിൽക്കുന്നത് നോക്കുമ്പോൾ ഗൗരി ആഗ്രഹിച്ച ഒരിടത്തിലെത്തിയോ? അങ്ങനെ സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചത് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് മ്യൂസീഷ്യൻ ആവണം, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, നല്ല കുറേ പാട്ടൊക്കെ ഉണ്ടാക്കണം, ആളുകൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടണം, ഇങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയാസൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ എക്സാക്ട് പിൻ പോയിന്റ് ചെയ്ത് എനിക്ക് ഇന്നതാണ് വേണ്ടതെന്ന് എനിക്ക് പറയാൻ അറിയില്ല. ഈ പറഞ്ഞാൽ എപ്പോഴും ഷോർട്ട് ടേം ആയിട്ട് ഞാൻ നോക്കിയിട്ടുള്ളൂ. ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആവണം, ഇപ്പോൾ ഉള്ള അവസ്ഥയെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആവണം, അങ്ങനെ ഞാൻ പോയിട്ടുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, വളരെ വളരെ ഹാപ്പിയാണ്. എനിക്കങ്ങനെ ഒരു പരാതിയും പറയാനില്ല. ഗൗരി ഏറ്റവും എല്ലാം ഗൗരിക്ക് ഇഷ്ടം തന്നെയായിരിക്കും. ഗൗരി ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്തിട്ടുള്ള ഒരു പാട്ട് ഏതാ? ഇപ്പോൾ റീസെൻ്റ് ഇറങ്ങിയ നാമിരവിൽ എന്ന് പറഞ്ഞിട്ട് സൂരജ് സന്തോഷ് ഫീച്ചർ ചെയ്തിട്ടൊരു പാട്ട്, ഈ മുറിവ് എന്നുള്ള ആൽബത്തിൽ 3ാമത്തെ ഇൻഡിപെൻഡൻറ്റ് ട്രാക്ക്. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ചെയ്തൊരു പാട്ടാണ്. ഒന്ന് പാടുക. രാവേ വെണ്ണിലവിൻ മടിയിൽ ചാഞ്ഞു മയങ്ങി, രാക്കിളികൾ ചുണ്ടുകൾ കൂട്ടിയുരുമ്മി മയങ്ങി, ഏതോ പൂമരമിതിൻ ചില്ലയിൽ പൂക്കൾ ചിണുങ്ങി, പുൽനാമ്പിൻ നെറുകയിൽ മഞ്ഞു കണങ്ങൾ പുണരേ, നീ മെല്ലെ തോളിൽ ചായ പ്രണയം വിരലുകളാൽ പടരെ, നെഞ്ചിൽ ഒരു പൂക്കാലം ഉണരേ, വസന്തം വിടർത്തേ
നിശാശലഭം വരവായി ഉള്ളിലാകെ കുളിർ പെയ്തു തോരാത്ത പോലെ. സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങളോട് പ്രതികരിക്കണം എന്നും ഒക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ തീർച്ചയായിട്ടും പ്രതികരിച്ചാൽ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് അതിനോടുള്ള ആളുകളുടെ പ്രതികരണം എന്താണെന്നുള്ളത്. ഇന്ന ആളുടെ അല്ലെങ്കിൽ മതത്തെ രാഷ്ട്രീയത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ലെങ്കിൽ അതിൻ്റെ ആളുകൾ നമ്മളെ തെറി വിളിക്കും ഒക്കെ ഉണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. എന്നിരുന്നാലും അത്തരം അഭിപ്രായങ്ങൾ പറയാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടോ? അത്തരം ഒരു നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യം കാണുമ്പം അതിനോട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയേണ്ടതുണ്ട് എന്ന് വിചാരിക്കുകയും അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്താറുമുണ്ടോ? എനിക്കൊരു ബേസിക് സെറ്റ് ഓഫ് എത്തിക്കൽ കാര്യം ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള കുറച്ച് വാല്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ചാണ് ഞാൻ ജീവിച്ചു പോകുന്നതും. മേ ബി എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഈ പാട്ടുകളിൽ കൂടെ പറയുന്നതും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ചില എൻ്റെ ഇപ്പം ഫോർ എക്സാമ്പിൾ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറയാന്നുള്ളത് ഇസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ചില കാര്യങ്ങൾ പറയുന്നതും പറയും, ചില കാര്യങ്ങൾ ചെയ്യാവുന്നതും ചെയ്യും. അത്രയും സിമ്പിളാണ്. ഒരാളെ പിൻ പോയിന്റ് ചെയ്ത് ഞാൻ ചെയ്യാറില്ല. ഒരു വ്യക്തിനെ ഭയങ്കരമായിട്ട് പോയിന്റ് ചെയ്യുന്നേക്കാളും കൂടുതൽ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യാറുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഒരാള് ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഇയാൾ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ അതിനെക്കുറിച്ച് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാനില്ല. അതൊരു ഓരോരുത്തരും ഓരോ അവസ്ഥയിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. അത് അതിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ് വിഷയം, ആ വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അതിനെ എനിക്ക് അഡ്രസ്സ് ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാറുണ്ട്. വയലാർ എഴുതി ദേവരാജം സംഗീതം നൽകിയ ഒരു നാടകഗാനാണ് ബലികുടീരങ്ങളെ. ജാതിമത ഭേദമന്യേ പിന്നെ അല്ലെങ്കിൽ കാലങ്ങൾക്ക് അതീതമായി കാലവ്യത്യാസം ഇല്ലാതെ ഇന്നും മലയാളികളുടെ രക്തം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണത് ബലികുടീരങ്ങളെ. ഞാനത് ഗൗരി പാടി കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് ബേക്കൽ ഫെസ്റ്റില്. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിരുമ്പും രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. ബലികുടീരങ്ങളെ ഹിമഗിരി മുടികൾ കൊടികളുയർത്തി കടലുകൾ പടഹമുയർത്തി. ഹിമഗിരി മുടികൾ കൊടികളുയർത്തി കടലുകൾ പടഹമുയർത്തി. യുഗങ്ങളീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ. ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു, ജീവിതങ്ങൾ തുടലൂരിയറിഞ്ഞു, ചുണ്ടുകാഥകൾ കരങ്ങളിൽ ഈ പൂച്ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു. ബലികുടീരങ്ങളെ